ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ മുൻപ് 2 വീഡിയോ അപ്ലോഡ് ആക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പ്രഗ്നൻസി സ്റ്റോറിയും ഡെലിവറി സ്റ്റോറിയും. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള കണ്ടൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ആ 2 വീഡിയോ ഇട്ടതിന് താഴെയായിട്ട് കുറേയേറെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ട്വിൻ പ്രഗ്നൻസി ആയിരിക്കുന്ന കുറേ കുട്ടികൾ അവരുടേതായിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒപ്പം തന്നെ ഞാൻ ഇപ്പോൾ ഈ ഒരു ട്വിൻ പ്രഗ്നൻസിയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതായത് NIC ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബേബീസിനെ കിട്ടിയപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ, ഇപ്പോൾ അവർക്ക് 6 months കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ടേം വരെ, അതായത് 1 to 6 months വരെ നമ്മൾ കുറേയേറെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് കൊടുത്തിട്ടുള്ള ഫോർമുല മിൽക്ക് അല്ലെങ്കിൽ അവരുടെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ, അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് എടുക്കാൻ പോകുന്നത്. കാരണം എനിക്കാണെങ്കിൽ പോലും കാണുന്ന നിങ്ങൾക്കും അല്ലെങ്കിൽ ചെയ്യുന്ന എനിക്കും ചെറിയ ചെറിയ പാർട്ടായിട്ട് 1 by 1 കണ്ടന്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചല്ല മോർ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനൊരു കണ്ടന്റ് വൈസ് എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലാത്തത് കൊണ്ടാണ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ തന്നെ ചെയ്യുന്നത് കേട്ടോ. റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ മെയിൻ റീസൺ വന്നിട്ട് നമ്മുടെ വീട് പണി, തൊട്ടപ്പുറത്തൊരു വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഡെയിലി അവിടെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ വോയിസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരു ലോങ് വീഡിയോ എടുക്കാനോ ഒരു വോയിസ് ഓവർ കൊടുക്കാനോ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് ഫസ്റ്റത്തെ എന്ന് പറയുന്നത്. സെക്കൻഡത്തെ ഒരു ചെറിയൊരു കുട്ടി പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 2 ബേബീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മാനേജ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. അവർ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ അത് എടുക്കാമെന്ന് ചിന്തിച്ചാൽ പോലും ഇവിടുത്തെ വീട് പണിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട്, പിന്നെ അത് എഡിറ്റ് ചെയ്യുക, വോയിസ് ഓവർ കൊടുക്കാതെ, അങ്ങനെ കുറച്ച് ഒരു നീണ്ടൊരു പണി ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഒറ്റ ഇരിപ്പിന് തന്നെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കണേ. അപ്പോൾ കാണുന്ന നിങ്ങൾക്കും ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ഒരു 1 hour വീഡിയോസ് ഒക്കെ മാക്സിമം എല്ലാ കണ്ടന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഞാനിത് 1 by 1 ആയിട്ട് ഇട്ടാലും കാണേണ്ടവർ കാണുക തന്നെ ചെയ്യുമല്ലോ. സോ അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് ഈ ഒരു വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനി ഞാൻ 1 by 1 ആയിട്ട് ഇപ്പോൾ ഒരു കണ്ടന്റ് എടുത്താൽ പോലും ചിലപ്പോൾ എനിക്ക് അടുത്ത കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല കേട്ടോ. സോ ആദ്യം തന്നെ ഞാനൊരു ചെറിയൊരു ക്ഷമ പോലെ ചോദിച്ചിട്ടാണ് ഞാൻ ഒരു ലെങ്തി ആയിട്ടുള്ള വീഡിയോ എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ മുൻപ് വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ഡെലിവറി സ്റ്റോറിയാണ് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നതും. 2 ബേബീസിൻ്റെയും വെയിറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും കുറേ ഡൗട്ട്സ് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒന്നും കൂടി ക്ലിയർ ചെയ്യാം കേട്ടോ. പ്രീടേം ലേബർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. 34 week plus 4 daysലാണ് എൻ്റെ ഡെലിവറി നടക്കുന്നത്. C-section ആയിരുന്നു. ഒരു ബേബിക്ക് വന്നിട്ട് 2 കിലോയും 260 grams ആയിരുന്നു. ഒരു ബേബിക്ക് വന്നിട്ട് 2 കിലോയും 160 grams ആയിരുന്നു വെയിറ്റ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുപോലെ തന്നെ അവരുടെ NICയിൽ വെച്ചിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗേൾ ബേബിക്കാണ് 2 കിലോയും 160 grams ഉണ്ടായിരുന്നത്. ആളിനെ മാത്രം 2 days നമ്മൾ NICയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബോയിനെ വന്നിട്ട് ഒരു 1 day NICയിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. വേറെ തരത്തിലുള്ള ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. പ്രീടേം ലേബർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഡോക്ടേഴ്സ് ആണെങ്കിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 34 weeks എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബേബീസ് ഒട്ടും ഇല്ലാത്ത കുഞ്ഞു ബേബീസ് ആണല്ലോ, അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ പ്രോബ്ലംസും ഉണ്ടാവും എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാഹ് പഠിച്ചവൻ്റെ ഒരു ഇതുകൊണ്ട് നമുക്ക് ഒരു തരത്തിലുള്ള വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഓക്സിജൻ അവർക്ക് ആ ഒരു ഓക്സിജൻ സപ്പോർട്ടിന് വേണ്ടി മാത്രമാണ് NICയിൽ ആ ഒരു 2 days 1 day ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമുക്കറിയാം, അതായത് NIC എക്സ്പീരിയൻസ് കടന്നു പോയിട്ടുള്ള പാരൻസിനൊക്കെ അറിയാം, അല്ലെങ്കിൽ ഇപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാത്തവരാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ സ്റ്റോറീസ് കണ്ടിട്ടാണെങ്കിൽ, ഇപ്പോൾ പല രീതിയിൽ കേട്ടിട്ടാണെങ്കിൽ പോലും നമുക്കത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അത് നമ്മുടെ മക്കൾക്ക് തന്നെ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണേണ്ടി വരുമ്പോഴുള്ളൊരു എത്രത്തോളം പെയിൻഫുൾ ആണ് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും തിങ്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് 2 days അവർ NICയിലായിരുന്നപ്പോൾ, അതായത് എൻ്റെ ബോയിന് 2ാമത്തെ ദിവസം, അതായത് എൻ്റെ C-section കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഒരു ഫുൾ ഡേ ഞാനും ICUലായിരുന്നു. ദെൻ നെക്സ്റ്റ് ഡേ ഞാൻ ഈവനിങ് ആണ് എൻ്റെ റൂമിലോട്ട് ഷിഫ്റ്റ് ആവുന്നത്. അപ്പോഴാണ് എനിക്ക് ഒരു ബേബീനെ എൻ്റെ കയ്യിൽ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് പോലും ഞാൻ ഫസ്റ്റ് അവരിനെ കാണാൻ പോകുന്നത് NICയിലോട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഇതൊക്കെ ഞാൻ ആ ഡെലിവറി സ്റ്റോറിയിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഭയങ്കര ഒരു കാണുമ്പോൾ തന്നെ നമുക്കൊരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. കാരണം നമ്മുടെ ബേബീസ് മാത്രമായിരിക്കില്ല, വേറെ ഒരുപാട് കുഞ്ഞു മക്കള് ഒരു ഇതിലേക്ക് കിടക്കുന്നത് കാണുമ്പോൾ കുറേ വയറുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ വായിൽ കൂടെ മൂക്കി കൂടെയൊക്കെ ഇട്ടിട്ട് കാണുന്ന ആ
ആ ഒരു ഇത് ഭയങ്കര പെയിൻഫുൾ തന്നെയാണ്. അപ്പൊ ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ 2 ബേബീസും അങ്ങനെ കിടക്കുക തന്നെയായിരുന്നു കേട്ടോ. അതിൽ എൻ്റെ മോളെ നോക്കിയിട്ടുള്ള നോട്ടത്തിനെ കുറിച്ചൊക്കെ ഞാൻ മുന്നിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പ്രീ ടേം ലേബർ ആയിട്ട് ജനിക്കുന്ന മക്കൾസിന് നമ്മൾ മറ്റു കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഫുൾ ടേം കംപ്ലീറ്റ് ആയിട്ട് ജനിക്കുന്ന മക്കളിനേക്കാളും കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അന്ന് എൻ്റെ മക്കളെ എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം നമ്മുടെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്നീ നിമിഷം വരെ നമ്മൾ ഒരു തരത്തിലും പാലിക്കാത്ത രീതിയിലല്ല, കറക്റ്റായിട്ട് തന്നെയാണ് കേട്ടോ പാലിച്ച് പോണത്. അപ്പോൾ അവരിന് കിട്ടുന്ന സമയത്ത് തന്നെ പ്രീടേം ആയതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നമ്മളോട് ശ്രദ്ധിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളോട് ഡോക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രീടേമിൻ്റെ ഒന്നും വീഡിയോസൊക്കെ നമ്മൾ NICUവിൻ്റെ കാണുമ്പോൾ അല്ലെങ്കിൽ മക്കിൾസിൻ്റെ ഒക്കെ കുറേ കാര്യങ്ങൾ കാണുന്ന സമയത്ത് അതൊന്നും കാണാനായിട്ട് നിൽക്കണ്ട, കുറേ എന്താ പറയുക ടെൻഷൻ വരും. അപ്പൊ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അതിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഡോക്ടേഴ്സ് പറഞ്ഞതിൽ ചെയ്യാതിരുന്ന ഒരു കാര്യം അതാണെന്നൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ലേബറിൻ്റെ കാര്യങ്ങൾ, ഡെലിവറി അല്ലെങ്കിൽ ആ ഒരു പ്രഗ്നൻസി, ത്രൂ ഔട്ട് പ്രഗ്നൻസിയിലത്തെ കാര്യങ്ങൾ മാത്രമല്ല കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു എൻ്റെ ഒരു 8 മാസം 8.5 മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോസിൽ കൂടെ കണ്ടിട്ടും കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ NICU ഡോക്ടേഴ്സ് പറഞ്ഞു തരുന്നതിൻ്റെ മുന്നേ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് തന്നെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞാൻ കൂടുതലും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. സോ അന്ന് എനിക്ക് മനസ്സിലായി പല കാര്യങ്ങളും നമുക്ക് പലരും പറഞ്ഞു തരുമ്പോൾ അത് നമ്മൾ ആ സമയത്ത് അതിനനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടാവാറുണ്ട് എന്നുള്ളത് എനിക്ക് ആ ഒരു കാര്യത്തിൽ മനസ്സിലായിട്ടോ. ഞാനന്ന് അത് അത്രത്തോളം ആ വീഡിയോസിനെ കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാവാം എനിക്ക് ഇന്ന് ഈ ഒരു സ്റ്റേജ് നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റിയത് എന്ന് ഞാൻ തിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ NIC സ്റ്റോറീസിനൊക്കെ ഒരുപാട് കേട്ടത് കൊണ്ട് തന്നെ എനിക്ക് കംപ്ലീറ്റ് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മെയിനായിട്ട് പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ പ്രീടേം ലേബർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം, ഇപ്പോൾ പ്രീടേം ആയിട്ട് ജനിച്ച മക്കൾസിൻ്റെ പേരൻസിനൊക്കെ അറിയാം, അതായത് നമുക്ക് ഒരുപാട് പേരൊന്നും അലൗഡ് അല്ല, അതായത് വിസിറ്റേഴ്സ് ആയിക്കോട്ടെ കൂടുതൽ പേരൊന്നും അലൗഡ് അല്ല നമ്മുടെ ബേബീസ് ഉള്ള വീട്ടിലേക്ക് അങ്ങനെ കാണാനോ അല്ലെങ്കിൽ അവരിനെ കൈകാര്യം ചെയ്യാനോ ഒന്ന് കാണാൻ പോലും വരാൻ പറ്റില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ആദ്യമായിട്ട് തരുന്ന സമയത്ത് നമുക്കൊരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ തരിക. അപ്പോൾ എൻ്റെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളൊരു മെയിൻ കാര്യമാണ്, ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ, ആ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ പാരൻസും ഇക്കാടെ ഉമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പം ആരൊക്കെയാണോ ഉള്ളത് ഈ ആൾക്കാർ തന്നെയാണ് ഒരു 6 മാസത്തോളം ബേബീസിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ പേരൻസിനൊക്കെ കേൾക്കുമ്പോൾ 6 മാസത്തോളം ഒക്കെ നമ്മുടെ 2 ഫാമിലീസും കാണാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ മാത്രമാണ് നമ്മുടെ ബേബീസിനെ കൈകാര്യം ചെയ്യേണ്ടതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പാരൻസിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ കേൾക്കുമ്പോൾ അത് അയ്യോ എന്നൊരു തോന്നലുണ്ടാവും. പക്ഷെ നമ്മളത് കൂടുതൽ അറിഞ്ഞതുകൊണ്ട് തന്നെ നമുക്കറിയായിരുന്നു ഇതൊക്കെ നമുക്ക് ഓക്കെ ആണ് എന്നുള്ളത്. 6 മാസത്തോളം വിസിറ്റേഴ്സ് അലൗഡ് അല്ല. നമ്മുടെ ബേബീസിനെ ഭയങ്കര ശ്രദ്ധയോട് കൂടിയിട്ട് വേണം നമ്മൾ ഇതാക്കാനായിട്ട്. നമ്മൾ ചിലപ്പോൾ ഈ ഒരു 3 ആളുകളിൽ നിന്നും 4മതൊരാൾ പുറത്ത് നിന്ന് വന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഉണ്ണികളെ ഒന്ന് തൊടാതെ തന്നെ സംസാരിച്ചാൽ പോലും അവരുടെ വായിലൂടെയോ അല്ലെങ്കിൽ ആശ്വാസത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു ടച്ച് അതിലൊക്കെ കൂടെ ഇൻഫെക്ഷൻ പടരാനുള്ള ചാൻസസ് ഉണ്ട് എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സത്യം തന്നെയാണ്. ഒരുപാട് എക്സ്പീരിയൻസ് കേട്ടപ്പോൾ ഞാൻ പലരുടെയും വിസിറ്റേഴ്സ് അലൗഡ് ആയിട്ടുള്ള അവരുടെയൊക്കെ എക്സ്പീരിയൻസ് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ 6 മാസത്തോളം വിസിറ്റേഴ്സ് അലോ ചെയ്യരുത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്കറിയാം, അത് നമുക്ക് പറയുമ്പോൾ മനസ്സിലാക്കുന്ന നമ്മുടെ ഫാമിലീസൊക്കെ അത് കൂടുതൽ മനസ്സിലാക്കാൻ നിൽക്കുള്ളൂ. അല്ലാതെ ചിന്തിക്കുന്ന കുറച്ച് അതൊക്കെ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ട് ഇത് ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ അത് ചിന്തിക്കാൻ കഴിയുന്നവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നവരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇക്കടെ ഫാമിലി ഇപ്പോൾ എൻ്റെ ബേബീസ് വന്നതിന് ശേഷം തന്നെ ഇപ്പോൾ ഞങ്ങളുടെ 2 ഫാമിലീസിൽ ഇക്കടെ ഉമ്മ, ഞങ്ങളുടെ പേരൻസ്, ഞങ്ങളുടെ ഉമ്മമ്മമാർ മാത്രമേ ബേബീസിനെ നേരിട്ട് കണ്ടിട്ടുള്ളൂ. ഇക്കടെ ഫാമിലിയിൽ നിന്നും നമ്മുടെ ഫാമിലിയിൽ നിന്നും ആരും തന്നെ വന്നിട്ട് ബേബീസിനെ ഇപ്പോൾ ഈ ഒരു 6 മന്ത്സ് വരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് നല്ല ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബേബീസിനെ കാണണം ഒക്കെ ഒരു നല്ല ആഗ്രഹമാണ്. പക്ഷെ അത് പറ്റാത്തതിലൊക്കെ ഇതുണ്ട്. അപ്പോൾ അവർക്ക് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യത്തിൽ നമ്മുടെ ഫാമിലിനോട് തുറന്നു പറഞ്ഞപ്പോൾ അവർ മനസ്സിലാക്കിയതിൽ തന്നെ നമുക്ക് വലിയൊരു റെസ്പെക്റ്റാണ് അവരോട് തോന്നിയിട്ടുള്ളത്. പല വീഡിയോസിലും ഞാൻ കാണുന്ന സമയത്ത് ഓരോ കുട്ടികൾ ഷെയർ ആക്കുമ്പോൾ ആ സ്റ്റോറീസിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് പോലും
ഇപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു ഫ്രണ്ട് പോലും ആളുടെ ഒരു കുട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ, ആൾക്ക് പോലും പെട്ടെന്ന് പ്രീടേം ആയപ്പോൾ ഇതുപോലെ ഫാമിലിനോട് പറഞ്ഞപ്പോൾ പോലും മോശപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള ഒരു ടോക്കും കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പോലും എന്നോട് അവളുടേതായിട്ടുള്ള സ്റ്റോറീസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഫാമിലീസിൻ്റെ അടുത്ത് ഇത് പറഞ്ഞപ്പോൾ അന്ന് മുതൽ ഇന്നീ നിമിഷം വരെ അവരതൊരു നല്ല രീതിയിൽ തന്നെ നമ്മളോട് അത് കാണിക്കുമ്പോൾ നമുക്ക് അവരോട് ആ ഒരു എത്രത്തോളം സ്നേഹവും റെസ്പെക്റ്റ് കൂടുകയാണല്ലോ ചെയ്യുക. അത് ഒന്നാമത്തെ കാര്യം. സിറ്റേഴ്സ് അലോ ചെയ്യാൻ പാടില്ല. ആരൊക്കെയാണോ ആ ബേബീസിന് ഉണ്ടായിരുന്നത് അത്രയും പേര് മാത്രം എന്ന് വെച്ചിട്ട് ഒന്നിൽ ഒരുപാട് പേരല്ല കേട്ടോ, ഒരു 3 or 4 അത്രയും തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതാണ് മെയിൻ ആയിട്ടുള്ള ആദ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യം. സെക്കൻഡ്, എനിക്കായിക്കോട്ടെ എൻ്റെ ഉമ്മയ്ക്കായിക്കോട്ടെ ഏറ്റവും കൂടുതൽ വേറൊരു വേദനയായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഡയറക്റ്റ് ബേബീസിനെ ഫീഡ് ചെയ്യാനായിട്ട് ആ ഒരു ടൈമിൽ 1 to 3 months വരെ നേരിട്ട് ഫീഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് അവർ പിറ്റമായത് കൊണ്ട് തന്നെ അവർക്ക് സക്ക് ചെയ്ത് ഇതാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്കറിയായിരിക്കും, പാലട എന്ന് പറഞ്ഞിട്ടുള്ള അതിലാണ് നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു 3 മാസത്തോളം എൻ്റെ മക്കൾക്ക്, അതായത് ഇപ്പം നമ്മൾ മിൽക്ക് കളക്ട് ചെയ്ത് വെച്ചാൽ പോലും അത് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഉമ്മയാണ്, പാലടയിൽ കൂടെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഡയറക്റ്റ് ഫീഡ് ആ സമയത്ത് അവർക്ക് അറിയില്ല, അതായത് നമ്മൾ ഡയറക്റ്റ് അവർക്ക് ഫീഡ് ചെയ്യാനായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പാലടയിൽ പാല് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ അതിനെ ഒരു കയ്യിൽ വെച്ചിട്ട് ആ പാലട ജസ്റ്റ് ഞാൻ ആ ഒരു ഇമേജ് എന്തെങ്കിലും ഞാൻ സൈഡിലായിട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലാണ് കൊടുത്തുകൊണ്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം പാലട എന്ന് പറയുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ആ ഒരു സംഭവം കുറച്ച് നമ്മുടെ ഒരു പേടിയാണ്. അത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്നെങ്കിലും കുട്ടികളൊന്ന് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ആ ഒരു ഭാഗത്ത് തട്ടുവോ അതിൽ തട്ടുവോ, അല്ലെങ്കിൽ അത് പൊട്ടിയിട്ട് അതിൽ നിന്നും ബ്ലീഡിങ് വരുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ നമുക്ക് നമ്മുടെ ബേബീസിനെ കറക്റ്റ് നമ്മുടെ കയ്യിൽ തരുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ നഴ്സുമാർ നമുക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും നമ്മളെ കൊണ്ട് എങ്ങനെയാണ് പാലടയിൽ കൂടെ കൊടുക്കേണ്ടത്. അതും കൂടുതലും മദേഴ്സ് തന്നെ ആയിരിക്കും അത് കൊടുക്കേണ്ട രീതിയിൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ നഴ്സുമാരൊക്കെ നമ്മുടെ അടുത്ത് ആ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ സമയത്ത് നിങ്ങളുടെ അടുത്ത് മുന്നേ സ്റ്റോറിയിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള ഈ ഒരു ഡിപ്രഷനും അല്ലെങ്കിൽ ആ ഒരു ടെൻഷനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഈ ബേബീസിനെ ഒരു കയ്യിലെടുത്തിട്ട് ഈ ഒരു കയ്യിൽ കൂടെ പാലട കൊടുക്കുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് റിസ്ക് ഉള്ള ഒരു ഇതായിരുന്നു. റിസ്ക് എന്നല്ല, എനിക്കൊരു പേടിയുള്ളത് കൊണ്ട് തന്നെ അതെനിക്കൊരു കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ മാക്സിമം കൂടുതലും 1, 2, 3 തവണ അല്ലാതെ ബാക്കിയുള്ള എല്ലാ ടൈംസും എല്ലാ സമയവും എൻ്റെ മക്കൾക്ക് പാലടയിൽ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഉമ്മ തന്നെയാണ് കേട്ടോ. എൻ്റെ ഇക്ക, അതായത് ഇവിടെ എത്തുന്നത് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഉമ്മ തന്നെയാണ്. അതാണ് നെക്സ്റ്റ് പ്രീടേമിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം നോർമലി ഉള്ള കുട്ടികളെക്കാളും കുറച്ച് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണത്. അതായത് പ്രീടേം ആയതുകൊണ്ട് തന്നെ അവർ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെയിറ്റ് ലോസ് നന്നായിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 3 kilograms ആണ് ഉണ്ടായെങ്കിൽ പോലും ഓരോ ഡേയ്സ് അവരുടെ കഴിഞ്ഞതിന് ശേഷം ഓരോ ഡേയ്സ് കഴിയുന്തോറും അവർ ഇത്ര ഗ്രാംസ് വെച്ചിട്ട് കുറഞ്ഞ് വരുന്നുള്ളത്. അപ്പോൾ പ്രീടേം എന്ന് പറയുമ്പോൾ അവർ 2 പേരും ഒരു 2 kilo എക്സ്ട്രാ ഗ്രാംസ് മാത്രമാണല്ലോ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഓരോ ഡേയ്സ് കഴിയും തോറും ഇത്ര ഗ്രാംസ് വെച്ച് കുറയാന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതും ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം ഒരു ഡേയ്സ് ഫുൾ ടൈം കംപ്ലീറ്റ് ആവണതിൻ്റെ മുന്നേ, ഇപ്പോൾ 34 weeks എൻ്റെ ഡെലിവറി നടന്നു എന്ന് പറഞ്ഞു, അതൊരു 35 weeks എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും വെയിറ്റ് ഗെയിൻ ആവുകയാണ്, എൻ്റെ മക്കൾ ഹെൽത്തി ആവുകയാണ് എൻ്റെ ഉള്ളിൽ. ആ ഒരു സംഭവം 36 week ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വെയിറ്റ് ഗെയിൻ ആവുകയാണ് മക്കൾ, അത്രയും ഹെൽത്തി ആയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് അവർ കംപ്ലീറ്റ് ചെയ്യേണ്ട ഓരോ ടേംസ് അവർ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ 34 weeks അവർ വരിക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു 3 kiloയിൽ നിൽക്കുകയാണെങ്കിൽ പോലും ആ വന്നു കഴിഞ്ഞിട്ടുള്ള ഓരോ ഡേയ്സ് കഴിയും തോറും അവർ അത്രയും ഗ്രാംസ് വെച്ചിട്ട് കുറയുകയാണ്. അപ്പോൾ നമ്മൾ അപ്പോഴും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പറയുമ്പോൾ ഈ 34 weeks പറയുമ്പോൾ കുഞ്ഞു മക്കളാണ്, അവർക്ക് ഓക്സിജൻ സപ്പോർട്ട് പോലും ആ സമയത്ത് കറക്റ്റായിട്ട് അവർക്ക് ചില സമയങ്ങളിൽ ശ്വാസം എങ്ങനെ ഉള്ളിലേക്ക് വലിക്കും പുറത്തേക്ക് വിടുന്നു പോലും മറന്നു പോകുന്ന സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ടുള്ള എത്രയോ പാരൻസ് ഉണ്ട്. നമുക്ക് അവിടെ പോലും നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പ്രശ്നമുണ്ട്, നല്ലൊരു അനുഗ്രഹം ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു 2 days മാത്രമേ NICയിൽ മക്കിൾസിൻ്റെ ആ ഒരു ഇത് കണ്ടിട്ടുള്ളൂ. പിന്നെ നമ്മളൊരു 1 weekoളം C-section ആയതുകൊണ്ടും 1 weekoളം മക്കിൾസിന് അതിൻ്റെതായിട്ടുള്ള ഇഞ്ചക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ 1 weekoളം ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 3 നേരമായിട്ട് നമ്മുടെ ബേബീസിനെ കൊണ്ടുപോകും. എന്നിട്ട് ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ്
നല്ല കരച്ചിലോട് കൂടിയിട്ട് അവരെ നമുക്ക് തിരിച്ചു തരും. അങ്ങനെ ഒരു 1 വീക്കോളം നമുക്ക് ഹോസ്പിറ്റലിൽ അങ്ങനെയുള്ളൊരു NIC ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടുള്ളൂ. പോകും അവർക്ക്. അപ്പോൾ ഈ കയ്യിലും ഭാഗത്തൊക്കെ ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ട് കൈയൊക്കെ മൊത്തത്തിൽ വീങ്ങിയിട്ടുള്ളൊരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇഞ്ചക്ഷൻ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു സങ്കടമാണ്. തിരിച്ചു വരുമ്പോൾ അവർ നല്ല രീതിയിൽ കരഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ വരിക. കാരണം ഇഞ്ചക്ഷനും ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ള ബേബീസിനെ പോലെ തന്നെ 2 hours കൂടുമ്പോൾ നമ്മൾ ഫീഡ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഡയറക്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ, അതുമല്ല നമ്മൾ 2 മിൽക്കും സെപ്പറേറ്റഡ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഫോർമുല മിൽക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു, ഡയറക്റ്റ് അങ്ങനെയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ എൻ്റെ അടുത്ത് കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഫോർമുല മിൽക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് കേട്ടോ. അതൊക്കെ നമ്മുടെ ഡോക്ടേഴ്സ് ഓരോ ഒന്ന് പറയുമല്ലോ. ഇപ്പം എനിക്ക് കൊടുത്തത് തന്നെ ആവണം നമ്മുടെ മറ്റു ബേബീസിനും എന്നല്ല, നല്ലൊരു ഫോർമുല മിൽക്ക് തന്നെയായിരുന്നു. വെയിറ്റ് ഒക്കെ ഗെയിൻ ചെയ്യാനൊക്കെ നല്ല എന്താ പറയുക നല്ലൊരു ഫോർമുല മിൽക്ക് തന്നെയായിരുന്നു കേട്ടോ. അതാണ് നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് 2 മണിക്കൂർ ഗ്യാപ്പിലായിട്ട് നമ്മുടെ 2 ബേബീസിനും ഫീഡ് ചെയ്യണം. അതും കുറച്ച് ഒരു ഇതായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേബീസിന് 2 മണിക്കൂറിൽ ഇത്തിരി ഒരു 15 ml, പിന്നെ അത് അവർ കുടിച്ച് സപ്പോർട്ട് ആവുന്നു എന്ന് കാണുമ്പോഴാണ് നെക്സ്റ്റ് വീക്ക് തൊട്ട് നമ്മളൊരു 30 ml, പിന്നെ അങ്ങനെ മെല്ലെയാണ് നമ്മൾ 45 ml, അങ്ങനെയാണ് നമ്മൾ ആ ഒരു ML കണക്കിനാണ് നമ്മളത് കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഫസ്റ്റ് ടൈമൊക്കെ ചെറിയ രീതിയിൽ നമുക്ക് കൊടുക്കുമ്പോൾ നമുക്ക് നഴ്സുമാരൊക്കെ കാണിച്ചു തരുമ്പോൾ ഓക്കെ ഇങ്ങനെയാണ്. പക്ഷെ അത് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ അത് എത്രത്തോളം കറക്റ്റ് ആവണം എന്നില്ല. എന്നിട്ട് മെല്ലെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കൊടുക്കുമ്പോഴും കുട്ടികൾ പെട്ടെന്ന് ഇളക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിലോ ഒരു ഇത് വരുമ്പോൾ നമുക്കൊരു ടെൻഷൻ കയറും. നമ്മുടെ കയ്യിൽ നിന്ന് ഫോർമുല മിൽക്കൊക്കെ കുറച്ച് ഇങ്ങനെ ആ പാലടിയിൽ കൂടെ പോകും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ 2 മിൽക്കും നമ്മൾ മാറ്റിയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ ഈ 2 മണിക്കൂർ കൂടുന്ന സമയത്ത് നമ്മൾ ഈ ഫോർമുല മിൽക്കും അല്ലെങ്കിൽ മിൽക്ക് കൊടുക്കാനായിട്ട് എണീക്കുന്ന സമയത്ത് ഇപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ ആ മിൽക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് മെല്ലെ അവരുടെ ഗ്യാസൊക്കെ തട്ടി ആ ബർപ്പിങ്ങൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴേക്കും നെക്സ്റ്റ് ഒന്ന് കണ്ണടയ്ക്കാൻ നമ്മൾ നിൽക്കുമ്പോഴേക്കും ആയിരിക്കും നെക്സ്റ്റ് 2 hours അല്ലെങ്കിൽ 2.5 hours കഴിഞ്ഞു എന്നുള്ള നെക്സ്റ്റ് അലാം വരുന്നത്. അപ്പോൾ വീണ്ടും എണീപ്പിക്കും, വീണ്ടും അവർക്ക് കൊടുക്കും. അതൊരു 1 to 2 months വരെ ഭയങ്കര കുറച്ച് പണിയുള്ള കാര്യമായിരുന്നു. അതായത് മക്കൾക്ക് അത് കൊടുക്കണമല്ല കേട്ടോ, ഉറക്കമില്ലായ്മ. കാരണം നിങ്ങൾക്കറിയാം ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് ഉറക്കവും കൂടി ഇല്ലാത്തൊരവസ്ഥ. ആ പെയിൻ്റെ ആ പെയിനോട് കൂടിയുള്ള ഉറക്കവും കൂടി ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എങ്കിലും എനിക്ക് ഈ ഒരു സമയത്ത് പറയാനുള്ളത്, ഞാൻ അപ്പോഴും ഈ ഒരു 2 മാസത്തെ ഗ്യാപ്പിലായിക്കോട്ടെ കുറേയൊക്കെ ഉറങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോഴും ഉറക്കമില്ലാത്ത ഒരു രാത്രികൾ ഉണ്ടായിരുന്നത് എൻ്റെ ഉമ്മാക്ക് തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട് 2 ബേബീസിനും എടുക്കുന്നതും ഫീഡ് ചെയ്യുന്നതും അവരിനെ ഗ്യാസ് കളഞ്ഞ് ബേപ്പ് ചെയ്ത് അവരിനെ വീണ്ടും ഉറക്കുന്നതും നെക്സ്റ്റ് ആ ടൈം ആകുമ്പോൾ വീണ്ടും അവർക്ക് ഫീഡ് ചെയ്യുന്ന ഒക്കെ ഉമ്മ തന്നെയായിരുന്നു കേട്ടോ, പാലടയിലായതുകൊണ്ട്. പിന്നെ ഒരു 2 months ഒക്കെ ഒരു 1.5 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ എനിക്ക് കുറച്ച് സമയം എഴുന്നേറ്റിരിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ 2 ബേബീസിനെയൊക്കെ ആ സമയത്ത് അവർ ഉറക്കമൊന്നും കുറച്ചുണ്ടാവില്ലല്ലോ മക്കിൾസിന്. അവർ കുറേ കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അവരിന് ഒരാളിനെ ഉറക്കി കഴിയുമ്പോഴേക്കും ഒന്ന് കിടക്കാൻ നിൽക്കുമ്പോഴേക്കും ആയിരിക്കും അടുത്ത ആൾ കരയുക. അവന് കുറേ ഉറക്കമില്ലാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഉമ്മാക്ക് തന്നെയാണ്. ഞാനൊക്കെ പിന്നെയും കുറേയൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു 2 hours കൂടുമ്പോഴുള്ള ഒരു ഫീഡ് കുറച്ച് ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുക. പിന്നെ നമ്മൾ ആ ഒരു കാര്യത്തിൽ തന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബേപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഓരോ തവണ നമ്മൾ ഫീഡ് ചെയ്ത് കഴിയുമ്പോഴും അതിൻ്റെ ഗ്യാസ് നല്ല രീതിയിൽ തന്നെ നമ്മൾ മെല്ലെ തട്ടി കൊടുക്കണം കേട്ടോ. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണല്ലോ. ആ ഗ്യാസ് തട്ടിയിട്ട് നമ്മൾ ആ ഗ്യാസ് പോവാത്ത ചില സമയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അന്ന് ആ ദിവസം കുഞ്ഞുമക്കൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. കുറേ കഴിയുമ്പോഴേക്കും അവർക്ക് വയറിൻ്റെ ഉള്ളിലുള്ള ചെറിയൊരു ഇതൊക്കെ കൊണ്ടായിരിക്കാം അവർ നല്ല കരച്ചിലും ഭയങ്കര രീതിയിൽ തന്നെ നല്ല രീതിയിൽ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അന്ന് മുതൽ നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ ഫീഡ് ചെയ്യുമ്പോഴും നമ്മളത് കഴിഞ്ഞ് ഗ്യാസ് പോകുന്നത് വരെ തട്ടിക്കൊണ്ടേയിരിക്കും. ആ ഗ്യാസ് പോയി എന്ന് കാണുമ്പോഴാണ് നമ്മൾ പിന്നെ കുറച്ച് നേരം ഇരുത്തിയതിന് ശേഷം ഉറക്കാനായിട്ട് നിൽക്കുള്ളൂ കേട്ടോ. അതാണ് നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ ആ ഒരു 7 days നിന്നപ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ആ സമയത്ത് കുഞ്ഞുങ്ങളെ നമുക്ക് കുളിപ്പിക്കാനായിട്ട് പറ്റില്ല. മറ്റു ബേബീസിനെയൊക്കെ കുളിപ്പിക്കാൻ പറ്റുന്ന പോലെ തന്നെ നമുക്ക് ആ ഒരു സമയത്ത് കുളിപ്പിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അവരിനെ തുടച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ കോട്ടൺ തുണി വെച്ചിട്ട് ഇളം ചൂടുവെള്ളത്തിൽ മെല്ലെ തുടച്ച് വൃത്തിയാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു സമയത്ത് ശ്രദ്ധിച്ചിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലോത്ത് ഡൈപ്പർ ഒന്നും
ആ ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ആ ഒരു 7 days 10 days ഇപ്പോഴും ഞാൻ ക്ലോത്ത് ഡൈപ്പർ യൂസ് ആക്കുന്നില്ല. ക്ലോത്ത് ഡൈപ്പർ യൂസ് ആക്കിയിട്ടുണ്ട്, ക്ലോത്തിന്റെ വെച്ചിട്ടുള്ള അത് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. നോർമൽ ആയിട്ടുള്ള ആ ഒരു ഡൈപ്പേഴ്സ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡൈപ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ ആയിരുന്ന സമയത്ത് ഓരോ തവണ യൂറിൻ പാസ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ നമ്മൾ വേഗം വേഗം ക്ലീൻ ആക്കി കൊടുക്കുമായിരുന്നു. ഡൈപ്പർ വേഗം തന്നെ മാറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാന് ഒരു പോയിന്റിൽ ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ഒന്നോ മാക്സിമം പോയി കഴിഞ്ഞാൽ ഇപ്പോൾ 2-ലിടാം, അങ്ങനെയാണ് കേട്ടോ. ഫാന് നമുക്ക് കൂടുതലും ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഡയറക്റ്റ് കാറ്റ് അവർക്ക് കിട്ടാനും പറ്റില്ല. അതായത് ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ റൂമിലത്തെ വിൻഡോ പോലും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഓപ്പൺ ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല. അങ്ങനെയായിരുന്നു. അവർക്ക് AC തന്നെ ഒരു ടെമ്പറേച്ചർ സെറ്റ് ആക്കിയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു തണുപ്പോട് കൂടിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഫാനോ കാര്യങ്ങളോ യൂസ് ആക്കിയിട്ടില്ല കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ അവർക്ക് പെട്ടെന്ന് കാറ്റിൻ്റെ ആ ഒരു ഇത് കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ അവർക്ക് ഓക്സിജൻ എടുക്കാനും പുറത്തുവിടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് തൊട്ട് ഈ ഒരു 6 മാസം വരെ നമ്മുടെ ഫാനിൻ്റെ ഒരു 4 മാസം വരെ ഫാനിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത് 1-ലായിട്ട് തൊട്ടിട്ടുണ്ടായിരുന്നു. 4 to 6 months വരെയാണ് അത് 2-ആയിട്ട് മാറിയിരിക്കുന്നത് കേട്ടോ. മാക്സിമം നമ്മൾ ഈ ഒരു വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫാൻ ഇട്ടിട്ടോ അവരിനെ ഡയറക്റ്റ് കിടത്തിയിട്ടുമില്ല ഇന്നീ നിമിഷം വരെ. എപ്പോഴും നമ്മൾ അവിടെ ഒരു 24 degree Celsius സെറ്റ് ചെയ്തിട്ടുള്ള ഒരു AC-യിൽ തന്നെയാണ് കേട്ടോ കിടത്തിയിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് തണുപ്പാകുമ്പോൾ അതിനനുസരിച്ച് ഇതാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഇത്രയൊക്കെയാണ് നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ കുറേ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അവിടുത്തെ ഒരു 7 days ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് നമ്മൾ 2 ബേബീസിനെ തരുള്ളൂ. അപ്പോൾ നമ്മളോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിലും കൂടുതൽ കാര്യങ്ങളുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും ചെറിയ രീതിയിലൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നമ്മുടെ ബേബീസിനെ ബാധിക്കും. അതൊരു ഇൻഫെക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കും. അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് ക്ലിയർ ആയിട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ നമുക്ക് ആ ഒരു സമയത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബേബീസിന് ഒരു രീതിയിൽ എഫക്റ്റ് ആയില്ല. പക്ഷെ എൻ്റെ നിന്ന് പറ്റിയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഫോർമുല മിൽക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ലൂക്ക് വാം വാട്ടറിലാണ് അത് മിക്സ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമും നമുക്ക് നമ്മുടെ നഴ്സുമാരൊക്കെ ആയിരുന്നു ഫോർമുല മിൽക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ നോർമൽ മിൽക്ക് കൊടുക്കുമ്പോൾ നമുക്കത് അറിയാം കറക്റ്റ് അത് ഇതാക്കാനുള്ളത്. ഫോർമുല മിൽക്ക് കൊടുക്കുന്ന സമയത്ത് ഞാൻ 1-2 വട്ടം കുറച്ച് ചൂട് കൂടുതലുള്ള വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഡോക്ടർ പറഞ്ഞു അത് ബേബീസിന് വെള്ളം തടുത്താലും വെള്ളം ചൂട് കൂടുതലായാലും അത് ബേബീസിന് നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്, ലൂക്ക് വാം വാട്ടർ അതിൽ തന്നെ മിക്സ് ചെയ്യണം എന്നുള്ളത്. അപ്പം എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആയതുകൊണ്ട് ഞാൻ അതൊന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു 8 days ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വരുന്ന ആ ഒരു സമയത്താണ് വേറൊരു ചെറിയ കുഞ്ഞു ബുദ്ധിമുട്ടോ മോൾക്കും മോനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് മഞ്ഞപ്പ് കണ്ണിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ എല്ലാ ഗ്രാൻഡ് പാരൻസും എല്ലാവരും പറയുന്ന പോലെ തന്നെ വെയിലൊക്കെ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ കുറേയൊക്കെ മാറുന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ ഒരു ഡേയ്സോളം ഫുൾ 24 hours ഒരു ബ്ലൂ ലൈറ്റിൽ കിടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വന്നത്. വീട്ടിലേക്ക് വന്നപ്പോഴും നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. 2 hours കൂടുമ്പോൾ ഡയറക്റ്റ് നല്ല രീതിയിൽ തന്നെ പാലട വെച്ച് ഫീഡ് ചെയ്യുക, ഗ്യാസ് തട്ടിക്കൊടുക്കുക, മെല്ലെ ഉറക്കുക, കുളിപ്പിക്കൊന്നുമില്ല, വൈപ്സ് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ തുടച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് തണുപ്പ്, ഇപ്പം നമ്മൾ ക്ലോത്ത് ഡൈപ്പേഴ്സ് ഒക്കെ യൂസ് ആക്കുകയാണെങ്കിൽ പോലും അതിൽ കൂടെ അവർക്കൊരു തണുപ്പ് ആ ഒരു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പ് കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അന്ന് മുതൽ ഇന്നീ നിമിഷം വരെ ഡൈപ്പേഴ്സാണ് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലാ ദിവസവും ഡൈപ്പേഴ്സ് യൂസ് ആക്കുന്ന സമയത്ത് റാഷ് ക്രീംസ് ഒക്കെ യൂസ് ആക്കാനായിട്ട് പറയും. പക്ഷെ ഞാൻ ആ ഒരു കാര്യത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് റാഷ് ക്രീം യൂസ് ആക്കിയിട്ടില്ല. പക്ഷെ നല്ലതാണ് കേട്ടോ. റാഷ് ക്രീം യൂസ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങനത്തെ റാഷസും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ നല്ല ഹെൽപ്ഫുൾ ആണ്. സോ ഞാൻ ഇപ്പോൾ കറക്റ്റായിട്ട് റാഷ് ക്രീം യൂസ് ആക്കി വരുന്നുണ്ട്. ഡൈപ്പേഴ്സ് തന്നെയാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് ചെയ്തു. പിന്നെ 2 hours കൂടുമ്പോൾ അത് പാലട തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ പാലട കൊടുക്കുന്നത് റിസ്ക് ആയത് കൊണ്ട് തന്നെ ഞാൻ ഡോക്ടേഴ്സിനോട് നമുക്ക് ബോട്ടിൽ ഫീഡ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നെവറായിട്ടും ചെയ്യരുത് എന്ന് പറഞ്ഞത് ഒരു കാര്യമാണ്. അതിനുള്ളൊരു കാര്യം എന്താണ് അവർ പറഞ്ഞതെന്നും കൂടി പറയാം. അതായത് ബോട്ടിൽ ഫീഡ് ആവുന്ന സമയത്ത് അവർ കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഒരു രീതിയിൽ ഒരു മടിയൻ കുട്ടികളാവും. അതായത് ഒരു
ഒരു പണി എൻ്റെ ഡോക്ടർ പറഞ്ഞ ഒരു രീതിയിൽ തന്നെ പറയട്ടെ, മടിയൻ കുട്ടികളായിട്ട് മാറും. അവർക്ക് വേഗം എളുപ്പപ്പണിയാണല്ലോ. അങ്ങനെ പിന്നെ നമുക്ക് വന്നിട്ട് ഈ സ്റ്റെറിലൈസ് ചെയ്തിട്ട് തന്നെ നമ്മൾ യൂസ് ആക്കി കൊണ്ടേയിരിക്കണം. അപ്പം അതിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായാൽ പോലും അത് നമ്മുടെ ബേബീസിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ടായിട്ട് മാറും. അങ്ങനെ നമുക്ക് ഡിസ്ചാർജ് ഒക്കെ തന്നു നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലീസിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ വിസിറ്റേഴ്സ് അലോഡ് അല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ അത് നമുക്ക് ആ സമയമാകുമ്പോഴേക്കും നോക്കാം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ വീട് എപ്പോഴും നല്ല ക്ലീൻഡ് ആയിരിക്കണം. ചെറിയ രീതിയിലുള്ള ഡസ്റ്റോ കാര്യങ്ങളോ പോലും ഉണ്ടാവാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ബേബീസിന് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വീടൊക്കെ നല്ല രീതിയിൽ തന്നെ ഡസ്റ്റും വിൻഡോസും കാര്യങ്ങളൊക്കെ ഡസ്റ്റൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബേബീസിനെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് അവർക്ക് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിനെ എപ്പോഴും ആ ഒരു രീതിയിൽ കവർ ചെയ്തിട്ട് തന്നെ വെക്കണം. അവർക്ക് തണുപ്പ് തട്ടുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ലായിരുന്നു. അവരിനെ എപ്പോഴും ആ ഒരു നല്ലൊരു ആ ക്ലോത്ത് വെച്ചിട്ട് അവരിനെ കവർ ചെയ്തിട്ട് മുഖം മാത്രം പുറത്തേക്ക് കാണുന്ന രീതിയിൽ തന്നെ വെക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് നല്ല ഒന്നിൽ ഫാന്, അതുപോലെ ചില സമയങ്ങളിൽ നമ്മൾ AC ഓഫ് ചെയ്തിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ കുറച്ച് നേരം കുഞ്ഞുങ്ങളിൽ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒന്നിലാണ് ഫാന്, നല്ല രീതിയിലുള്ള ചൂടുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇങ്ങനെ അവരുടെ മൊത്തത്തിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുമ്പോൾ അവർക്ക് നല്ല ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ ചെറിയ രീതിയിൽ അവർ വേർക്കുന്നുണ്ടാവും. അത് നമ്മൾ മെല്ലെ റിമൂവ് ആക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരവും അവരുടെ തലയൊക്കെ നല്ല രീതിയിൽ വേർത്തിട്ടുണ്ടാവും. അപ്പം ഞാൻ ആ ഒരു ഡൗട്ട്സ് വീണ്ടും ഞാൻ ഡോക്ടറോട് പോകുന്ന സമയത്ത് കുട്ടികളുടെ ആ ഒരു ഡോക്ടറുണ്ട്, അതായത് ഞാൻ വൈറ്റസിൽ ബിനി മാമിനെയാണ് കേട്ടോ കാണിക്കുന്നത്. എൻ്റെ കുട്ടികളുടെ പീഡിയാട്രിഷ്യൻ വന്നിട്ട് ബിനി മാമാണ്, നല്ലൊരു ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ ഡോക്ടറോട് ഞാൻ ഇങ്ങനെ എൻ്റെ എല്ലാ ഡൗട്ട്സും അപ്പോൾ ക്ലിയർ ചെയ്യും. അപ്പോൾ ഡോക്ടർ പറയും പറ്റില്ലടാ, നമുക്ക് ഇപ്പോഴും ഒരു 6 months വരെ അവർക്ക് 6 months അല്ല, നമ്മളൊരു 4 മാസം വരെ അല്ല ഒരു 3 മാസം വരെ അവർക്ക് ചൂട് തന്നെയാണ് വേണ്ടത്, നല്ല ചൂട് തന്നെയാണ് വേണ്ടതെന്നാണ് പറഞ്ഞത് കേട്ടോ. കാരണം ചൂട് കിട്ടാത്ത ഒരു സ്റ്റേജ് വരുമ്പോൾ അത് അവരുടെ ശരീരം തന്നെ കാണിക്കും. അതെങ്ങനെയാണ് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കുളിക്കേണ്ട സമയം വരെ നമ്മൾ വെറ്റ് വൈപ്സ് വെച്ചിട്ട് തുടച്ചെടുക്കുകയാണല്ലോ ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുളിപ്പിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തല്ലോ. സ്റ്റാർട്ട് ചെയ്ത് കുളി കഴിഞ്ഞ് നമ്മൾ അപ്പം തന്നെ തുടച്ചു കൊടുക്കാൻ നിൽക്കുമ്പോഴേക്കും ഉണ്ടല്ലോ അതിന് കാല് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും ചെറിയ രീതിയിലൊരു ബ്ലൂഷ് ആ ഒരു കളറായിട്ടുണ്ടാവും. അപ്പം നമുക്ക് മനസ്സിലായി ഇവർക്ക് ചൂട് തന്നെയാണ് വേണ്ടത്. സോ നമ്മൾ ആ ഒരു ട്രക്കിങ് കാര്യങ്ങളൊക്കെ വെച്ച് പൊതിഞ്ഞ് ഇതാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഉറങ്ങും. ഒരു സമയത്ത് ഞാൻ ഇതുപോലെ വേർക്കുന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ ആ ഒരു പൊതിഞ്ഞ ആ ഒരു ഇതൊക്കെ മാറ്റിയിട്ട് കുറച്ച് നേരം ഓപ്പൺ ആയിട്ട് കിടത്തിയപ്പോൾ പോലും അവർക്ക് ഉറങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് അത് പറ്റണില്ല. അവർക്ക് ആ ചൂട് കൊണ്ട് ഉറങ്ങുമ്പോഴാണ് അവർക്ക് ഉറങ്ങാനാണെങ്കിലും നല്ലൊരു കംഫർട്ട് ആ സമയത്ത് അവർക്ക് അത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതായിരുന്നു പിന്നെ നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു NICUവിൽ നമ്മൾ അന്ന് മുതൽ ഇന്നേ നിമിഷം വരെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഒരു NICU എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴും ഇതൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുഞ്ഞുമക്കളുടെ കുറച്ച് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴും അവരുടെ ആ ഒരു കരച്ചിലും അതിൻ്റെ ആ ഒരു വേദനയും ആ ഒരു ഓരോ തവണ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴും അവരുടെ കയ്യിലുണ്ടാവുന്ന ആ ഒരു ഇതൊക്കെ അതൊന്നും നമുക്കിങ്ങനെ പറഞ്ഞിട്ട് അത്രയും വേദന സഹിച്ചിട്ടുണ്ട് ബേബീസ് എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നില്ല. ഇതൊക്കെയാണ് നമ്മൾ പ്രീടേം ലേബർ ആയതുകൊണ്ട് തന്നെ അന്ന് ആ നിമിഷം മുതൽ ഇന്നീ നിമിഷം വരെ ശ്രദ്ധിച്ചിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇപ്പോഴും കാണുന്ന ഈ ട്വിൻസ് പ്രഗ്നൻസി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഉള്ളവർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും നമ്മുടെ ഡോക്ടേഴ്സ് നമ്മളോട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ മുന്നേ നമ്മൾ എന്നെപ്പോലെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അത് ഹാൻഡിൽ ചെയ്യാൻ നല്ലൊരു ഇതായിരിക്കും. നമ്മൾ പെട്ടെന്ന് ഇതിനെക്കുറിച്ചൊന്നും അറിയാണ്ട് ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യേണ്ട വരുന്ന ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് സ്റ്റക്ക് ആകും. സത്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് തന്നെ അതൊന്ന് എക്സ്പീരിയൻസ് അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ആക്കിയത്. അപ്പോൾ ഇത്രയൊക്കെയാണ് NICUവിലത്തെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇന്ന് നിമിഷം വരെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളും. നെക്സ്റ്റ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് പോകുന്നത് ഇപ്പോൾ 6 months ആയി എന്ന് പറഞ്ഞല്ലോ. 1 to 6 months വരെ ഇനി ബേബീസിൻ്റെ കാര്യത്തിൽ അവരുടെ വെയിറ്റ് ഗെയിൻ ആ ഒരു കാര്യത്തിൽ വെയിറ്റ് ഗെയിൻ ചെയ്യാനും അവർക്ക് ഇന്നീ നിമിഷം വരെ ഒരു രീതിയിലത്തെ ഒരു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അസുഖങ്ങളോ ഒന്നും വരാതെ നമ്മൾ മാനേജ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി നെക്സ്റ്റ് ഞാൻ അതിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. നമുക്കറിയാം പ്രീടേം ലേബർ എന്ന് പറയുന്ന സമയത്ത് തന്നെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ അവർ പുറത്ത് വന്നു കഴിഞ്ഞിട്ടുള്ള ഓരോ ഡേയ്സും വെയിറ്റ് ലൂസ് ആയിക്കൊണ്ടേയിരിക്കുക. ആ ഓരോ ഡേയ്സും നമുക്ക് അമ്മയുടെ വയറിനുള്ളിലാണെങ്കിൽ അത്രത്തോളം അവർക്ക് വെയിറ്റ് ഗെയിൻ ആവാനും നല്ല രീതിയിൽ
നല്ലതാണെന്നാണല്ലോ നമ്മൾ കേട്ടിരിക്കുന്നതും, അതാണ് സത്യം. അപ്പോൾ എനിക്കും 34 വീക്സ് പ്ലസ് 4 ഡേയ്സിൽ ബേബീസ് ഉണ്ടായിട്ട് ഓരോ ഡേയ്സും നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് ഓരോ ഡേയ്സിലും അവർക്ക് വെയിറ്റ് ചെക്ക് ചെയ്യുമല്ലോ. ആ സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും ഓരോ ഡേയ്സും ഇത്ര ഗ്രാംസ് വെച്ചിട്ട് അവർ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാനും ഓട്ടോമാറ്റിക് ഞാൻ മുന്നേ അറിഞ്ഞു വെച്ചെങ്കിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ബേബീസിന് നമ്മൾ മിൽക്ക് കൊടുക്കുന്നുണ്ടല്ലോ, നല്ല രീതിയിൽ തന്നെ അവർ മിൽക്ക് കുടിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ വെയിറ്റ് ലോസ് ആയി പോകുന്നത്? അപ്പോൾ അത് നമ്മുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാണോ എന്നൊക്കെ ഞാനും ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും അല്ല കേട്ടോ. കാരണം ഫുൾ ടൈം കംപ്ലീറ്റ് ആവാണ്ട് ബേബീസ് വന്നു കഴിഞ്ഞിട്ട് അവരെന്തായാലും പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ അമ്മമാരുടെ വയറിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇതൊന്നും അവർക്ക് പുറത്ത് വന്നു കഴിഞ്ഞാൽ കിട്ടില്ല എന്നാണ് എൻ്റെ ഡോക്ടർ പറഞ്ഞത്. അതെന്തായാലും വെയിറ്റ് ലോസ് കുറച്ച് സമയം ഉണ്ടാവും. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മിൽക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 30 ഗ്രാംസ് വെച്ചിട്ടൊക്കെ അവർ വെയിറ്റ് ഗെയിൻ ആവും അത്രേ. അത് കഴിഞ്ഞതിന് ഓരോ മന്ത്സ് കഴിയും തോറും ആണ് അത്ര അവർക്ക് പിന്നെ ആ ഒരു ഗ്രാംസ് കുറഞ്ഞ് അവരുടെ പ്രോപ്പർ വെയിറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഐഡിയൽ വെയിറ്റിലേക്ക് അവരിങ്ങനെ മാറിപ്പോവാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു 1 to 3 months വരെ ഒരു നല്ല രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അതായത് ബേബീസിനെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് മക്കളെ മാനേജ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് എന്നല്ല കേട്ടോ പറയുന്നത്, നമുക്ക് ഇതൊക്കെ കൂടി കൈകാര്യം ചെയ്യാൻ നമ്മുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് പറയുന്നത് കേട്ടോ. ബേബീസിനെ ബേപ്പ് ചെയ്യാണ്ടിരുന്നാൽ നമുക്ക് ടെൻഷനാണ്, ഒരു ഫോർമുല മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് കുടിക്കാണ്ടിരുന്നാൽ നമുക്ക് ടെൻഷനാണ്. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് വേറൊരു ബേപ്പിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഗ്യാസ് ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അവർക്ക് കുറച്ച് പാലിങ്ങനെ പുറത്തേക്ക് വരുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് അത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് കുറച്ചിങ്ങനെ എൻ്റെ മോനിക്ക് ആ ഒരു ഇഷ്യൂ ഇല്ല, പക്ഷെ മോൾക്ക് പാല് കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബേപ്പ് ചെയ്താൽ പോലും കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പാലായിട്ട് ഇങ്ങനെ തീറ്റി വരും. അപ്പം നമുക്ക് തോന്നും അയ്യോ പാലൊക്കെ പുറത്തേക്ക് പോവാണല്ലോ, അപ്പോൾ എൻ്റെ ബേബിയുടെ വയറ്റിൽ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഇതൊന്നും ഇല്ലേ എന്നൊക്കെ ആ സമയത്ത് നമ്മൾ ചിന്തിക്കും. അപ്പോഴും ഡോക്ടറോട് ചോദിച്ചപ്പോൾ അതിൻ്റേതായിട്ടുള്ള അവർക്ക് A to Z ഡ്രോപ്സ്, അവർക്ക് വേണ്ട ഡ്രോപ്സും കാര്യങ്ങളൊക്കെ തരുമല്ലോ, വൈറ്റമിൻസും മൾട്ടി വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഡ്രോപ്സ് ഒക്കെ തരുമല്ലോ. അപ്പം അങ്ങനെ അവർക്ക് അങ്ങനെ ആ കക്കി വരുന്നത് നിൽക്കാനുള്ളൊരു ഡ്രോപ്സും കൂടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചില കുഞ്ഞുമക്കൾക്ക് അങ്ങനെ തന്നെയാണ്, ചില കുഞ്ഞുമക്കൾക്ക് എന്നല്ല ഓൾമോസ്റ്റ് എല്ലാ മക്കൾക്കും അങ്ങനെ പാല് കുടിച്ചതിന് കുറച്ചായിട്ട് വരും. അത് നല്ല രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് കുടിച്ചത് മൊത്തം അവർ വോമിറ്റ് ചെയ്യുന്ന ഒരു ഇത് വരിക, ആ സമയത്ത് മക്കള് വേണ്ടാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ട് കാണിക്കുക, അതായത് സ്റ്റിക്കായ അവസ്ഥ, കണ്ണൊക്കെ ഇങ്ങനെ മേപ്പെട്ട് പോയി, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് വരുന്നതെങ്കിലാണ് നമ്മൾ പേടിക്കേണ്ടത്. കുഞ്ഞതായിട്ട് പാല് അങ്ങനെ പുറത്ത് പോകാൻ അത് പേടിക്കേണ്ട ആവശ്യമില്ല, അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയായിരുന്നു. ഒരു 1 month ഇതൊക്കെ തന്നെയാണ് നമ്മൾ നല്ല രീതിയിൽ ഇതാക്കിയിട്ടുണ്ടായിരുന്നത്. എങ്കിലും ആ ഒരു സ്റ്റേജിൽ എനിക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഒരു നമ്മളതിനെ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരു ഡിപ്രഷൻ്റെ അവസ്ഥയ്ക്ക് പോവുമല്ലോ. അങ്ങനെ അല്ലെങ്കിൽ കൂടും ഞാൻ എന്നാൽ മൊത്തത്തിലൊരു ഡിപ്രഷൻ സ്റ്റേജിലാണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ആ ഒരു സമയത്ത് പോലും എനിക്ക് എൻ്റെ ആ ഒരു ഡിപ്രഷൻ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ എൻ്റെ ബേബീസിനെ വെയിറ്റ് ചെയ്യിപ്പിക്കണം, എൻ്റെ ബേബീസ് ഫീഡ് ചെയ്യാണ്ടാവുമ്പോഴുള്ള അങ്ങനെയുള്ളൊരു വലിയൊരു ഡിപ്രഷൻ സ്റ്റേജാണ് എനിക്ക് കടന്നു പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി സെക്ഷൻ കഴിഞ്ഞ ഒരു പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ ഡെലിവറി സ്റ്റോറിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ഭയങ്കര പെയിനായിരുന്നു എനിക്ക് ബ്ലീഡിങ് ഒരു 90 ദിവസം കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞ ഒരു 4ാമത്തെ മാസം വരെ എനിക്ക് ഒരു ദിവസം വിടാണ്ട് ബ്ലീഡിങ് പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഡോക്ടർ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോക്ടറോട് കാണിച്ചപ്പോൾ പറഞ്ഞത് ചില കേസുകളിൽ 23 വയസ്സ് പോരാത്തതിന് പ്രീ ടേം അതൊക്കെയാണ്, ചിലവർക്ക് ഇത് 2 വർഷം വരെ ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് പീരീഡ്സ് റെഗുലർ ആവാണ്ട് കാണാറുണ്ട്. അത് പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അയൺ കാൽഷ്യം അങ്ങനത്തെ അതൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഈ ഒരു നീ ഒന്ന് ഓക്കെ ആയി, നിൻ്റെ ഹെൽത്ത് ഒന്ന് ഓക്കെ ആയതിന് ശേഷം പ്രസവരക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ബ്ലീഡിങ് നമുക്കറിയാം, പീരീഡ്സ് വരുന്ന പെയിൻ തന്നെ നമുക്ക് ചില സമയങ്ങളിൽ ഭയങ്കര ഒരു സുഖമില്ലാത്തൊരു ദിവസങ്ങളായിരിക്കുള്ളൂ. ആ സമയത്ത് സ്റ്റിച്ചിൻ്റെ ഒരു വേദന, പിന്നെ നമ്മുടെ ബേബീസ് കരഞ്ഞിട്ട് പാലൊക്കെ കുടിക്കാണ്ടാവുമ്പോൾ എൻ്റെ മക്കൾ വീണ്ടും കുഞ്ഞിതാവുമോ, വെയിറ്റ് ഒട്ടും ഇല്ലാണ്ടാവുമോ എന്നുള്ള ഒരു ടെൻഷൻ എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ ടെൻഷൻസ് ആ സമയത്ത് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ ബ്ലീഡിങ് പോകുമ്പോൾ വല്ലാത്തൊരു ഇറിറ്റേഷനാണ് നമുക്ക്, എനിക്ക് നല്ല ഒരു ഇറിറ്റേഷൻ ആയിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് എല്ലാവരുടെയും ഞാൻ കേട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി സെക്ഷൻ ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷേ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം വിടാണ്ട് ബ്ലീഡിങ് വന്നുകൊണ്ടേയിരിക്കും. അതും കുറച്ച് സമയം കൊണ്ട് മൊത്തം നല്ല രീതിയിലുള്ള ബ്ലീഡിങ് ഒക്കെ ആകുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക് ഇങ്ങനെ ചിന്തിക്കുക, എൻ്റെ ബ്ലീഡിങ് നിൽക്കുന്നില്ല, ഇതെന്ത് ഇത്രയും ഡേയ്സ് ആയിട്ട് നിൽക്കാത്ത, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ
അത് എനിക്ക് ഒരു ഇതായിരുന്നു. ബ്ലീഡിങ് നല്ല ബ്ലീഡിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതെനിക്ക് ബുദ്ധിമുട്ടാവോ, അതിൻ്റെ ബേബീസിന് ബുദ്ധിമുട്ടാവോ എന്നൊക്കെയാണ് ആ സമയത്ത് ഓവർ തിങ്കിങ് കാരണം കുറേ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഉറക്കമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഉറങ്ങാൻ ശ്രമിച്ചാലും നമുക്ക് ഉറക്കം കിട്ടില്ലല്ലോ. നമ്മുടെ ബേബീസ് കരയുമ്പോഴൊക്കെ ആയാലും നമുക്ക് ഉറക്കം കിട്ടില്ല. ആ ഒരു ടെൻഷനിലും അല്ലെങ്കിൽ അത്രയും ഒരു എന്താ പറയുക, ഒരു ഇതിലൊക്കെ നമ്മൾ കുറച്ച് കിടന്നിട്ട് അങ്ങനെ ഇതായാൽ പോലും നമ്മുടെ ബേബീസ് കരയുമ്പോൾ നമ്മുടെ ഉമ്മയാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ പോലും നമുക്ക് ഉറങ്ങാനായി കിടക്കുന്നുണ്ടെന്നേ ഉള്ളൂ, ഉറങ്ങാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ട്. ഒരു 1 മന്തോളം അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. 2nd മന്തിലേക്ക് കടന്നപ്പോഴും കുഞ്ഞുങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ട്, എന്നാലും ഈ ഒരു കാര്യത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഇതൊക്കെ ആയിരുന്നു. എൻ്റെ 3ാമത്തെ മാസം സ്റ്റാർട്ട് ചെയ്തപ്പോഴും അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ തന്നെയായിരുന്നു. എനിക്ക് അതിനുശേഷം ഏറ്റവും കൂടുതൽ പെയിൻ ആയിട്ടുള്ള ഒരു ഡേ ഉണ്ടെങ്കിൽ മക്കളുടെ വാക്സിനേഷൻ ഡേ ആണ്. വാക്സിനേഷൻ ദിവസം എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേബീസ് ബാക്കിയുള്ള ഡേയ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്കാണ് കരയണതെങ്കിൽ ആ ഒരു വാക്സിനേഷൻ കഴിഞ്ഞ ആ ഒരു ദിവസം 24 hours അവർ കരയണത് കാണുമ്പോൾ രണ്ടുപേരും ഇങ്ങനെ ആ വേദന കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇഞ്ചക്ഷൻ എടുത്ത ഭാഗത്തൊക്കെ കുറച്ച് തടുപ്പും കാര്യങ്ങളും പിന്നെ അതിനുശേഷമുള്ള പനി അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഫുള്ള് എന്താ പറയുക ആ ഒരു അവസ്ഥയാണ്. അതെനിക്ക് ഭയങ്കര ആ ഒരു ദിവസം വാക്സിനേഷൻ ദിവസം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു ഡേ തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ അതിനൊക്കെ ശേഷം 2ാമത്തെ മാസം സ്റ്റാർട്ട് ചെയ്തപ്പോഴും നമുക്കറിയാം ഓരോ കുട്ടികൾ ജനിക്കുന്ന ആ വെയിറ്റ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഓരോ മന്തിലും വരുന്ന വെയിറ്റ് ഇന്നതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിൻ്റെ ഗ്രാഫ്സും അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കറിയാം. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് എൻ്റെ മക്കൾ 6 മാസം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ലാസ്റ്റ് ചെക്കപ്പിൽ പോലും എൻ്റെ ഡോക്ടർ എപ്പോൾ പോയിട്ട് അവരുടെ ആദ്യം നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് ആ വെയിറ്റ് മെഷർ ചെയ്ത് എഴുതിയതിന് ശേഷമാണല്ലോ ഡോക്ടറിൻ്റെ റൂമിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ ആ ഡോക്ടറിൻ്റെ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ വെയിറ്റ് വന്നിട്ടുണ്ടാവും. നമ്മൾ ഒരു ഭയങ്കര ഒരു ഡോർ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു എനർജിയാണ്. കാരണം ഡോക്ടറിൻ്റെ മുഖത്ത് നിന്ന് നമുക്ക് മനസ്സിലാവും. കാരണം എൻ്റെ ഡോക്ടർ ആണെങ്കിൽ പോലും ഡോക്ടർ ഇങ്ങനെ മാഷാ അല്ലാഹ് എന്ത് നല്ല റിസൾട്ടാണ്. ഓരോ തവണ നമുക്കില്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഉണ്ണികളുടെ പീഡിയട്രീഷ്യനെ കാണിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഓരോ ഡേയ്സ് അവരിനെ വെയിറ്റ് ചെക്ക് ചെയ്യില്ലേ, ആ വെയിറ്റ് എത്രയാണെന്ന് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതായത് ഇത്ര വെച്ചിട്ട് കറക്റ്റ് ഒരു ഹെൽത്തി വെയിറ്റിൽ പോകുന്നുണ്ടോ, ഒരുപാട് വെയിറ്റ് വേണം എന്നല്ല, നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്തി വെയിറ്റിൽ പ്രീ ടൈം ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ടെൻഷൻസ് അന്ന് മുതൽ ഇന്നീ നിമിഷം വരെ നമുക്കില്ലെങ്കിൽ പോലും ഉണ്ട്. അതായത് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് മക്കൾസിന് ഇല്ലെങ്കിൽ പോലും ഉണ്ടാവരുത് ഇനി ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നവരാണ് എല്ലാ പേരൻസും. അപ്പോൾ ആ ഒരു വെയിറ്റ് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. പിന്നെ ഡോക്ടർ അന്നീ നിമിഷം മുതൽ ഇന്നീ നിമിഷം വരെ പറയുന്നതിന് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ബേബീസ് ജനിക്കുന്ന സമയത്ത് 2 കിലോ ആൻഡ് ഒരു ഗ്രാംസ് ഒക്കെ ആണല്ലോ ഉണ്ടായിരുന്നത്. അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഓരോ മന്തും വരുന്ന വെയിറ്റ് എത്രയാണോ അതിൽ നിന്നും നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ഫുൾ ടേം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബേബിക്കുള്ള വെയിറ്റ് ആണ് നമ്മുടെ 2 ബേബീസിനും ഉള്ളത് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ടാണ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടായിട്ട് തോന്നുന്നുണ്ട്. നല്ലൊരു വെയിറ്റ് ആണ്, ഹെൽത്തി ആയിട്ട് പോകുന്നുണ്ട്. അതേപോലെ എൻ്റെ ഡോക്ടർ എപ്പോഴും പറയുന്ന കാര്യമാണ്, പ്രീതം ആയതുകൊണ്ട് തന്നെ മറ്റുള്ള ബേബീസിനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെയാണ്. ഒരു കുട്ടി ഓടാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ അവർ എന്താ പറയുക കമഴാൻ തുടങ്ങുള്ളൂ. ഒരു കുട്ടി നടക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ അങ്ങനെയൊക്കെ പറയാറുണ്ട്. പ്രീതം ആയതുകൊണ്ട് അതൊരിക്കലും അതല്ല. അവൻ്റെ ആ ഒരു സ്റ്റേജ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒക്കെ ആയിട്ട് പോവും, ഇത്ര ടൈം വരെ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുന്നേ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്, സത്യമാണ്. പക്ഷേ ഇപ്പോൾ ഇവർ 6ാം മാസത്തിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ എല്ലാ പേരൻസും ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഓരോ വീക്സിലും നമുക്ക് വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബേബീസിന് വരുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ കാണുന്നവരാണ്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ കൂടുതലും ഇപ്പം നമ്മൾ ബേബീസിനെ കുറിച്ചാണല്ലോ കാണുക. അപ്പോൾ ആ ബേബീസിനെ കുറിച്ച് കാണുന്ന സമയത്ത് പോലും ഓരോ മാസത്തിൽ അല്ലെങ്കിൽ ഒരു വീക്കിൽ ഓരോ ബേബീസിനും ഉണ്ടാവുന്ന മൈൽ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ഇപ്പോൾ ഒരു 6 months ബേബിക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അല്ലെങ്കിൽ ഒരു 1 to 6 months വരെ ബേബികൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് കറക്റ്റായിട്ട് തന്നെ മറ്റ് ഫുൾ ടൈം കംപ്ലീറ്റ് ആയ നല്ല മക്കളിനെ പോലെ തന്നെയാണ് കേട്ടോ. അതിലെനിക്ക് നല്ലൊരു എന്താ പറയുക ഏറ്റവും കൂടുതൽ നന്ദി പറയണമെന്നത് പടച്ചവനോട് നന്ദി പറയണ പോലെ തന്നെ ആ ഒരു പടച്ചവൻ്റെ സ്ഥാനത്ത് നന്ദി പറയാനുള്ള എൻ്റെ ഉമ്മാനോട് തന്നെയാണ്. ഈ നിമിഷം വരെ എൻ്റെ ബേബീസിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ചാലും ചെയ്യാൻ ശ്രമിച്ചാലും എൻ്റെ ഉമ്മയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുക. അവരിനെ കുളിപ്പിക്കുന്നത് തൊട്ട് ബാക്കി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഫീഡ് ചെയ്യൽ മാത്രമാണ് എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഉമ്മ ഉപ്പ ഇക്കൊക്കെ തന്നെയാണ് കേട്ടോ. അതിൽ ഞാൻ ഭയങ്കര ബ്ലെസ്സിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം
അല്ല, എല്ലാ പേരൻസും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഗ്രാൻഡ് പേരൻസ് ഒക്കെ ആയിരിക്കും മക്കൾസിനെ അങ്ങനെ കൂടുതൽ മാനേജ് ചെയ്യുക. എങ്കിലും എനിക്ക് വല്ലാത്തൊരു ഇതാണ് ഇപ്പോൾ ഒരു റിലീഫാണ് ഈ ഒരു സമയത്ത്. കുഞ്ഞുങ്ങൾ കരഞ്ഞാൽ പോലും ഞാൻ കുറച്ച് നേരം എടുത്തിട്ടിരിക്കുകയാണെങ്കിൽ പോലും എൻ്റെ സിസ്റ്റർ ആയിക്കോട്ടെ, ഒക്കെ ആയിക്കോട്ടെ, ഉപ്പ ആയിക്കോട്ടെ, ഉമ്മ ആയിക്കോട്ടെ, ആ ഒരു ടൈം പോലും അവർ തന്നെയാണ് എടുക്കുക. കാരണം എൻ്റെ പ്രസവരക്ഷയും കാര്യങ്ങളും കഴിയാത്തത് കൊണ്ട് തന്നെ ഞാൻ മുന്നേ വീട്ടിൽ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ എനിക്ക് പെയിൻ ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് ഞാൻ വീഡിയോ ചെയ്താൽ പോലും ഈ ഒരു വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യും. കാരണം എനിക്ക് ഈ ഒരു വീക്കോളം പിന്നെ ഇതിന്റെ പെയിൻ ഞാൻ തന്നെ അനുഭവിക്കണം. ഈ ഇരിക്കുന്നതിൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് ഇടുപ്പ് വേദന, പെൽവിക് പെയിൻ, അങ്ങനെ മൊത്തം ഫുൾ ബോഡി പെയിൻ തന്നെയാണ്. കാരണം എനിക്ക് പ്രസവരക്ഷ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു നോക്കിയപ്പോൾ പോലും എനിക്ക് പല രീതിയിലും പെയിൻ ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ അടുത്ത് എക്സസൈസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ മെഡിസിൻസ് ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്ന് ഹെൽത്ത് ഓക്കെ ആയതിനു ശേഷം മാത്രമാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അത് അവർ നല്ല രീതിയിൽ മനസ്സിലാക്കിയത് കൊണ്ട് എനിക്ക് ബേബീസിനെ എടുത്തിരിക്കേണ്ട ഒരു ഇതുപോലും വന്നിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് വെയിറ്റ് ഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു 4 മാസം വരെ ലാക്ടോജിന്റെ ഫോർമുല മിൽക്ക് മാത്രമാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഒരു 6 മാസം വരെ നമുക്ക് ഫോർമുല മിൽക്കും നമ്മുടെ ബ്രസ്റ്റ് ഫീഡും മാത്രം ചെയ്താൽ മതി, സോളിഡ് ഫുഡ് പോലും സ്റ്റാർട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എങ്കിലും ചില സമയങ്ങളിൽ നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ടല്ലോ. പക്ഷേ ഞങ്ങളോട് പറഞ്ഞത് വെള്ളം, അതായത് ചൂടുവെള്ളം അതുപോലും കൊടുക്കരുത്, ഓൺലി മിൽക്ക് മാത്രം കൊടുക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 4 മാസമൊക്കെ നമ്മൾ കറക്റ്റ് ഫോർമുല മിൽക്കും മാത്രമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 5 to 6 months നമ്മൾ ചില സമയങ്ങളിൽ മാത്രമായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ചൂടുവെള്ളം ഇത്തിരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ 6 months നിൽക്കുകയാണ്. ഇപ്പോൾ ഉണ്ണികൾക്ക് വന്നിട്ട് പല രീതിയിലുള്ള സോളിഡ് ഫുഡൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നോട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ, ഒരു ഡെലിവറി വീഡിയോ ആയിക്കോട്ടെ, പ്രഗ്നൻസി സ്റ്റോറി ആയിക്കോട്ടെ, ഇട്ട സമയത്ത് അതിൻ്റെ താഴെയായിട്ട് കൂടുതലും എനിക്ക് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലോ അല്ലെങ്കിൽ കമൻസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഈ ട്വിൻ പ്രഗ്നൻസി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസി ആയിട്ടിരിക്കുന്ന കുട്ടികളെ തന്നെയാണ് കേട്ടോ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനും ആ സമയത്ത് അങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് കൂടുതൽ ഈ മൾട്ടിപ്പിൾ പ്രഗ്നൻസിൻ്റെ വീഡിയോസിൻ്റെ താഴെയുള്ള കമൻസ് ഒക്കെ തന്നെയാണ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ കുറേ കമൻസ് വന്നതിൽ ഞാൻ ഒരു കുട്ടി ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ അവരെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, ആ ഒരു ഡെലിവറി ബിഫോർ ടു ആഫ്റ്റർ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ. അപ്പോൾ ഇന്ന് എനിക്ക് ഇരുന്നിരിപ്പിൽ ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സോളിഡ് ഫുഡ് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എൻ്റെ ഡോക്ടർ ഒരു കറക്റ്റ് ഒരു റൊട്ടീനായിട്ട് പോകാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയാം. ഇപ്പം നമ്മൾ ഇനി കറക്റ്റായിട്ട് ഈ ഒരു 3 മാസത്തിന് ശേഷം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വെയിറ്റ് ഗെയിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇനി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഈ ഫാനൊക്കെ കറക്റ്റ് എങ്ങനെയാണോ നമ്മൾ നോർമലി യൂസ് ആക്കുന്ന ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഒരുപാട് യാത്രകൾ പോകുന്ന കൂട്ടത്തിലാണ് കേട്ടോ. അപ്പം നമ്മൾക്കിങ്ങനെ ഈ ട്രിപ്പും അല്ലെങ്കിൽ പുറത്തൊക്കെ പോകാനും ബേബീസിന് വിസിറ്റേഴ്സ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പുറത്ത് പോകാനായിട്ട് പറ്റില്ലല്ലോ. അപ്പം നമുക്കറിയാം, ഇങ്ങനെ മക്കളൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ നമുക്കിങ്ങനെ ഒരു 90 കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ നമുക്കിങ്ങനെ പുറത്ത് പോവുക അല്ലെങ്കിൽ പള്ളികളിലേക്കൊക്കെ പോവുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിങ്ങനെ പുറത്ത് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാറിൽ, ഇപ്പം നിങ്ങൾ കാറിൽ നിങ്ങളുടെ ഫാമിലി ആയിട്ട് മാത്രമാണ് പോണതെങ്കിൽ ഇപ്പോൾ ഒരു ജലദോഷമുള്ള അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു പനിയുള്ള ഒരാൾ ആ വണ്ടിയിലുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളെന്ന് പറയുമ്പോൾ ഇത്രയും സമയം നമ്മുടെ ബേബീസിനെ മാനേജ് ചെയ്ത നമ്മുടെ ഫാമിലി, കടുമ്മ, അങ്ങനെ ആ ഒരു ലിസ്റ്റ് കേട്ടോ. അങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിൽ ആർക്കെങ്കിലും പനിയോ ജലദോഷമോ ഉണ്ടെങ്കിൽ അവർ ആ കാറിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് യാത്ര പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല, വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ റഷ് ആയിട്ടുള്ള ഏരിയയിലൊന്നും പോയി നിൽക്കരുത്, ഒരുപാട് ആൾക്കാരുള്ള ഏരിയയിലൊന്നും പോയി നിൽക്കരുത്. വെറുതെ യാത്ര പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. നമ്മൾ കൂടുതലും റോഡ് ട്രിപ്പൊക്കെ ചെയ്യുന്നവരാണ്. ഈ ഫോറസ്റ്റ് ഒക്കെ ഒരുപാട് അങ്ങനെ ഫോറസ്റ്റിലൂടെയൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പം അങ്ങനെ പോവുകയാണെങ്കിൽ പോലും ബേബീസിനെ കൊണ്ടുപോകുന്ന സമയത്ത് കാറ്റൊക്കെ, അതായത് നമ്മൾ അതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് നിൽക്കണ്ട. അതുപോലെ ആൾക്കാരുള്ള കൂട്ടത്തിലൊന്നും നിൽക്കണ്ട. വെറുതെ പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. AC ഒക്കെ അതിൻ്റേതായിട്ടുള്ള കാര്യത്തിൽ തന്നെ സെറ്റ് ചെയ്യണം എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊക്കെ യാത്രകൾ ഈ ഒരു ടൈമിൽ പോയിട്ടുമുണ്ട് കേട്ടോ. ഇപ്പം 6 മാസം കഴിഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് ഡോക്ടർ വിസിറ്റേഴ്സൊക്കെ വന്നോളാനായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും കുഴപ്പമില്ല. പിന്നെ വന്നിട്ട് നമ്മൾ ആ ഒരു സമയത്ത് ഈ ഒരു 6 മാസം ആ ഒരു സമയത്താണ് നമ്മുടെ മോൻ്റെ സുന്നത്തടക്കം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അറിയാം 6 മാസം ആയതുകൊണ്ട് തന്നെ അപ്പോഴും നമുക്കൊരു ഫംഗ്ഷനായിട്ട് നടത്താനൊന്നും ചെയ്യരുത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 6 മാസം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം
ബാക്കി അതൊക്കെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും നല്ല രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട് കേട്ടോ. കറൻ്റ്ലി കൊടുക്കുന്നത് വന്നിട്ട് സിമിലാക്കാണ് കേട്ടോ. സിമിലാക്കിൻ്റെ സ്റ്റേജ് 1 പറഞ്ഞിട്ടുള്ള ഫോർമുല മിൽക്കാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആൻഡ് നമ്മളിപ്പോൾ സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഡോക്ടർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോളിഡ് ഫുഡിൽ തന്നെ കേട്ടോ. നമ്മൾ രാവിലെ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള സോളിഡ് ഫുഡാണ് നമുക്കറിയാം കോറയൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത്. കോറ 2 ടൈപ്സ് കുക്കാക്കിയിട്ട് കൊടുക്കുന്നവരുണ്ട്. മോനെ എണീച്ചിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പോൾ കോറ വന്നിട്ട് നമ്മൾ നോർമലി കൊടുക്കുന്നത് എങ്ങനെ വെള്ളത്തിലേക്ക് വെച്ചിട്ട് അത് അരച്ച് അതിൻ്റെ പാല് ചേർത്ത് മിക്സ് ചെയ്തിട്ടാണല്ലോ കൊടുക്കുക. അതല്ലാതെ വേറൊരു ടൈപ്പ് കൊടുക്കാമെന്നും കൂടി ഞാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളം ചേർത്ത് മുളപ്പിച്ചിട്ട് അങ്ങനെ ഒരു ഇത് നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ ഒരു 2 ഇതിലായിട്ടും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോറ ഏറ്റവും നല്ല ഒരു ഫുഡാണ്. അപ്പം അത് കൊടുക്കാമെന്ന്, അത് ഒരു ദിവസത്തിൽ ഒരിക്കൽ കൊടുത്തിരിക്കണം എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 3 തവണയായിട്ടാണ് ഇപ്പം നമ്മളിത് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ ഇപ്പം നമ്മൾ ഇപ്പോൾ കോറയാണ് കൊടുത്തത്. ഇപ്പോൾ കോറൻ്റെ കാര്യം പറഞ്ഞല്ലോ. നെക്സ്റ്റ് നമുക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞത് ഇഡ്ഡലി നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇഡ്ഡലിയിൽ നമ്മളുടെ വേറെ എക്സ്ട്രാ കൗ മിൽക്കോ അല്ലെങ്കിൽ നമ്മുടെ വേറെ മിൽക്കൊന്നും ആഡ് ചെയ്തിട്ടല്ല. ഇപ്പം നമ്മൾ ഫോർമുല മിൽക്ക് തന്നെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഇതാക്കിയ ശേഷം ഫോർമുല മിൽക്ക് മിക്സ് ചെയ്തിട്ട് ചെറിയൊരു കൺസിസ്റ്റൻസി ആക്കിയതിന് ശേഷം അങ്ങനെ ഇഡ്ഡലി ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ മാക്സിമം ഇഡ്ഡലി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഉച്ചയ്ക്ക് ഇതേപോലെ കോറ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു. പിന്നെ നമുക്ക് ഓപ്ഷനാണ് ആ ഒരു കോറ കൊടുക്കുന്നത്. രാവിലെ എപ്പോഴും ഇഡ്ഡലി കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ഈ കോറ കൊടുക്കാമെന്ന് പറഞ്ഞു. ദെൻ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബനാന പൗഡർ ഉണ്ടല്ലോ. ഇതിപ്പോൾ 2 ടൈപ്സ് ഒക്കെ ബനാന പൗഡർ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ പുറത്തുനിന്നൊക്കെ നല്ല നല്ല ബ്രാൻഡുള്ള ബേബീസിൻ്റെ പൗഡേഴ്സൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും നമ്മൾ തന്നെ ബനാനയ്ക്ക് കട്ട് ചെയ്തിട്ട് ഉണക്കി പിടിക്കുന്ന ആ ഒരു പൗഡറിനോളം വരില്ല പുറത്ത് നിന്ന് വരുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. പൗഡർ ബനാന പൗഡർ നമ്മൾ പൗഡർ ആക്കിയിട്ട് വെച്ചിട്ട് അത് ഒരു നേരം 3 നേരമാണ് ആഹാരം കൊടുക്കേണ്ടത്. ഈ പറയുന്ന ഫ്രൂട്ട്സിലൊക്കെ ഏതെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കൊടുക്കാനാണ് കേട്ടോ പറഞ്ഞിട്ട്. ബനാന പൗഡർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് വീറ്റാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. വീറ്റും ഇതുപോലെ തന്നെ കുക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു നേരം വീറ്റായിട്ട് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞതിൽ കോറ, അതുപോലെ തന്നെ ഇഡ്ഡലി, ബനാന പൗഡർ, വീറ്റ്. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് രാത്രി മാക്സിമം നല്ലൊരു കഞ്ഞി തന്നെ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് വെള്ളത്തോട് കൂടിയിട്ട് തന്നെ നമ്മൾ സ്മാഷ് ചെയ്തിട്ട് അത് കുറച്ച് ഒരു കട്ടിക്ക് അത് കൊടുക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഡോക്ടർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് പറഞ്ഞു വെച്ചാൽ നിങ്ങളുടെ ബേബീസിൻ്റെ ഡോക്ടറൊക്കെ കറക്റ്റായിട്ട് അത് പറഞ്ഞു തരുന്നുണ്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് പറയണത്. ഇതിലിപ്പോൾ രാവിലെ നമ്മൾ ഇഡ്ഡലിയാണ് കൊടുക്കുന്നത്, ഉച്ചയ്ക്ക് നമ്മൾ കോറയെ കൊടുക്കുന്നതെങ്കിൽ രാത്രി വീണ്ടും ഈ കൊടുത്ത 2 ഫുഡ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 ടൈംസ് നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 3 ടൈംസ് കൊടുത്തിട്ടുള്ള ഫുഡ് ഒരു തവണ ആയിരിക്കണം 1 ഡേ കൊടുക്കേണ്ടത്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു നേരമായിട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരു 6 മന്ത്സിൽ ഇതൊക്കെയാണ് പറഞ്ഞത്. പിന്നെ വന്നിട്ട് നമ്മൾ ഫോർമുല മിൽക്ക് ആണല്ലോ 6 മന്ത്സ് വരെ അവർക്ക് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് ആണല്ലോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബ്രസ്റ്റ് മിൽക്ക് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാം. പക്ഷെ ഫോർമുല മിൽക്കിൻ്റെ അളവ് നല്ല രീതിയിൽ തന്നെ കുറയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ 2 ബേബീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് ഫുൾ ടൈം നമ്മൾ ഇതാക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ മിക്സ്ഡ് ആയിട്ട് ഫോർമുല മിൽക്കും കൂടി കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് കൂടുതലാക്കാൻ ഫോർമുല മിൽക്കിൻ്റെ ആ ഒരു എമൗണ്ട് നല്ല രീതിയിൽ തന്നെ കുറയ്ക്കാൻ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 120 ml ഒക്കെയാണ് ഇപ്പോൾ മാക്സിമം പറഞ്ഞിരിക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ഇഡ്ഡലിയിൽ തന്നെ 2 ഇഡ്ഡലി എടുത്ത് അത് നമ്മൾ അതിൽ ആ ഫോർമുല മിൽക്ക് ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ആ ഒരു ഡേറ്റ ഫോർമുല മിൽക്കിൻ്റെ അളവ് മൊത്തത്തിൽ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ കുറച്ച് കൊണ്ടുവരാനാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു 6 മന്ത്സ് അവരുടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മളോട് കറൻ്റ്ലി ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്യൂസ് ഫീഡറൊക്കെ നമ്മുടെ ബേബീസിന് സെക്കൻഡായിട്ട് കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ജ്യൂസസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ തണ്ണിമത്തൻ കൊടുത്തോളാൻ പറഞ്ഞു, പിന്നെ ഓറഞ്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തോളാൻ പറഞ്ഞു. പക്ഷെ തണ്ണിമത്തനിൽ ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള ഒരു 2-3 വീഡിയോസ് എനിക്ക് എൻ്റെ ഒക്കെ ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു. അതായത് തണ്ണിമത്തനിൽ കളർ ആഡ് ചെയ്തിട്ടുള്ള സത്യം കേട്ടോ. നമ്മൾ ആ ജ്യൂസ് ഫീഡറിൽ തണ്ണിമത്തനൊരു കഷ്ണം വെച്ച് കഴിഞ്ഞിട്ട് ബേബീസ് അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ആ സിലിക്കോണിൻ്റെ കളർ മൊത്തത്തിൽ ചേഞ്ച് ആവുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഡോക്ടർ തണ്ണിമത്തൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇടനേരത്തിലൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു ചായക്കൊക്കെ കൊടുക്കുന്ന പോലെ ഒരു 4 മണി നേരത്തൊക്കെ നമ്മൾ കൊടുക്കുന്ന വേറൊരു ഫ്രൂട്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട്
പഴം തന്നെ പുഴുങ്ങിയിട്ട് അതൊന്ന് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ആപ്പിൾ തൊലി കളഞ്ഞ് വേവിച്ചിട്ട് ആ ഒരു വെള്ളത്തിൽ തന്നെ നല്ല രീതിയിൽ സ്മാഷ് ചെയ്തിട്ട് അതും കൊടുക്കാമെന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യമൊക്കെ 7, 8, 9 അങ്ങനെ ഓരോ മാസത്തിലും കൊടുക്കുന്ന വെജിറ്റബിൾസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു ലിസ്റ്റ് ആയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ സോളിഡ് ഫുഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു 3 നേരമൊക്കെ തന്നെയാണ് സോളിഡ് ഫുഡ് കൊടുക്കുന്നത്. ഇപ്പൊ കഞ്ഞി, രാവിലെ ഇഡ്ഡലി കൊടുക്കാറുണ്ട്. ഉച്ച നേരത്തിൽ ഒന്നല്ലെങ്കിൽ കോറ, അല്ലെങ്കിൽ ബനാന, അല്ലെങ്കിൽ വീറ്റ്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ കൺവേർട്ട് ആക്കിയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് മാത്രമായിട്ട് ഒരു ഇൻസ്റ്റന്റ് ബൗൾ പോലെ നമ്മൾ സെർലാക്കിൻ്റെ ഒക്കെ കൊടുക്കുന്ന പാരൻസ് ഉണ്ടാവുമല്ലോ. സോ നമ്മളോട് മാക്സിമം ഷുഗറും സോൾട്ട്, കഫീൻ കണ്ടൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ടോട്ടലി അവോയ്ഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഷുഗറും സോൾട്ടും ഒട്ടും കൊടുക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഈ നമ്മൾ രാവിലെ ഇഡ്ഡലി, ഉച്ചയ്ക്ക് ഈ ഒരു ഐറ്റംസിൽ, അതായത് കോറ, ബനാന, വീറ്റ്, ഇതിലേതെങ്കിലും ഒന്ന് കൊടുത്തിട്ട് രാത്രി കഞ്ഞിന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ സോൾട്ടും ഷുഗറൊക്കെ ഒരു തുണ്ട് പോലും ആഡ് ചെയ്തില്ലെങ്കിൽ ബേബീസിന് കുടിക്കാനായിട്ട് അല്ലെങ്കിൽ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ എൻ്റെ ഡോക്ടർ പറഞ്ഞത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ഒരു 1 ഇയർ വരെ അത് ഒട്ടും കൊടുക്കരുത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പല വീഡിയോസിലായിട്ട് പല ഡോക്ടേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ കൽക്കണ്ടൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ കൊടുക്കാന്നുള്ളത്. അപ്പം നമ്മൾ ഷുഗറും സോൾട്ടും മൊത്തത്തിൽ കൊടുക്കുന്നില്ല കേട്ടോ. അതിൻ്റെ പകരം ബേബീസിനൊക്കെ ഇപ്പോൾ എല്ലാ ബേബീസിനും നല്ല ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇരിക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മൈക്കും ഞാൻ ഇളകുന്നതിനനുസരിച്ച് ചെറിയ രീതിയിൽ ശബ്ദം ഉണ്ടാവും എന്ന് തോന്നുന്നു. ഓക്കെ. അപ്പൊ നമ്മൾക്ക് ഈ സോൾട്ടിന്റെയും അല്ലെങ്കിൽ ഷുഗറിന്റെ ഒക്കെ ഒരു ഇത് കൊണ്ട് ഒരു ഇത് കൊണ്ട് നമ്മുടെ ബേബീസ് ഈ പറയുന്ന സംഭവങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ, നമുക്കറിയാം നിങ്ങളൊക്കെ പാരൻസ് എല്ലാവരും ചെയ്യുന്നതായിരിക്കും. നല്ല മധുരമുള്ള ഈന്തപ്പഴം, അതായത് തലേന്ന് വെള്ളത്തിലിട്ട് വെച്ച്, അല്ലെങ്കിൽ തലേന്ന് ഇട്ട് വെക്കണമെന്നില്ല, അത് മറ്റേ നട്ട്സൊക്കെയാണെന്ന് തോന്നുന്നു. ഈ ഈന്തപ്പഴം കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു കണ്ടന്റ് കിട്ടുള്ളൂ, ആ ഒരു ഷുഗറിന്റെ കണ്ടന്റ് കിട്ടുള്ളൂ. അത് നമ്മൾ കൊടുക്കുന്ന കുറയിലോ എന്തിലാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേബീസിന് മധുരവും കിട്ടി, ആ പറയുന്ന ഐറ്റം നമ്മുടെ ബേബീസിന്റെ പോവുകയും ചെയ്യും. അപ്പൊ അത് നല്ലൊരു ഓപ്ഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോൾ കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യമാണ്. ഇതിപ്പോഴും കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് സോക്ക് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാനാണ് നമ്മൾ ഇപ്പൊ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുളിപ്പിക്കുന്ന ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ചു വരുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, അതായത് നമുക്ക് ആട്ടിയ വെളിച്ചെണ്ണ അങ്ങനെ പാക്കറ്റ്സ് ഒന്നും അല്ലാതെ ആട്ടുന്ന അവിടെ നിന്ന് നല്ല കറക്റ്റ് നല്ല കെമിക്കൽ ഇല്ലാണ്ട് കിട്ടുന്ന ആ ഒരു എണ്ണ മാത്രം ഉപയോഗിച്ചാൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ ബേബീസിനൊക്കെ പല രീതിയിലുള്ള ബോഡി ഓയിൽസും ഫേസ് ഓയിൽസ് ഒക്കെ പുറത്തു നിന്ന് വരുന്നുണ്ട്. അതൊക്കെ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോക്കനട്ട് ഓയിൽ തന്നെ നല്ല രീതിയിൽ ബേബീസിന്റെ ഒരു വീക്കിൽ ഒരു 2 ടൈംസ് നമുക്ക് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ടൈംസ് ഓർ 3 ടൈംസ് മാക്സിമം അത്ര. തലയിൽ മൊത്തത്തിൽ എണ്ണ തേച്ച്, അതുപോലെ ശരീരത്തിനൊക്കെ എണ്ണ തേച്ച് കുളിപ്പിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ സോപ്പും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡോക്ടേഴ്സ് പറഞ്ഞതൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. നമ്മളുടെ അടുത്ത് പറഞ്ഞത് ഡെമാഡ്യൂബ് അല്ലെങ്കിൽ സെബാമെഡ് ഇതിൻ്റെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ എണ്ണ തേച്ച് കുളിപ്പിച്ചതിന് ശേഷം പിന്നെ എല്ലാ പാരൻസും ചെയ്യുന്ന പോലെ തന്നെയാണ് മോയ്സ്ചറൈസർ, ബോഡി ലോഷൻ അതെന്തെങ്കിലും ഇട്ട് കൊടുക്കുക, പിന്നെ റഷ് ക്രീം ഇട്ടിട്ട് ഡൈപ്പർ ഇട്ട് കൊടുക്കുക, ഡ്രസ്സൊക്കെ. പിന്നെ അവരിൻ്റെയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ എന്ത് പ്രൊഡക്ട്സ് വാങ്ങിയാലും, ഇപ്പോൾ അവർക്ക് തുടയ്ക്കുന്ന തുണി ആയിക്കോട്ടെ, ടവൽസ് ആയിക്കോട്ടെ, ഡ്രസ്സസ് ആയിക്കോട്ടെ, ബാക്കി എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ അത് വാങ്ങിക്കഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് അവർക്ക് ഇട്ട് കൊടുക്കില്ലല്ലോ. ആ ഒരു കാര്യം നമ്മൾ എല്ലാവരും ചെയ്യുന്നതായിരിക്കും. അതന്നെയാണ്. അപ്പോൾ അവർക്ക് അവരിൻ്റെതായിട്ടുള്ള കഴിക്കുന്നതിനായിക്കോട്ടെ, അതായത് അവർ കുടിക്കുന്ന ബോട്ടിൽസ്, സ്പൂണ്, അതിന് അവർക്ക് മാത്രമായിട്ടുള്ളൊരു സെപ്പറേറ്റ് ഒരു ബോട്ടിൽസും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അതും കൂടുതലും സ്റ്റീലിൻ്റെ ആവുന്നതാണ് കുറച്ച് ഏറ്റവും നല്ല ബെറ്റർ. അതുപോലെ തന്നെ നമ്മൾ അവർ കുടിക്കുന്ന ഇപ്പോൾ നമ്മൾ ബോട്ടിൽ ഫീഡൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. അത് ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളത്തിൽ നല്ല രീതിയിൽ തന്നെ സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ നമുക്കറിയാം നമ്മുടേതായിട്ടുള്ള സോപ്പും കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കില്ലല്ലോ. അവർക്ക് അവരുടേതായിട്ടുള്ള ലിക്വിഡ് വാഷ് ഉണ്ട്, അത് വെച്ചിട്ട് തന്നെ ബോട്ടിൽസ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ഇതാണ് കേട്ടോ. അതിലെനിക്കൊരു അത് ഞാൻ ഇങ്ങനെ നിങ്ങളോട് തുറന്നു പറയാൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ടൈമിൽ നമ്മൾ
സ്റ്റെറിലൈസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള, അതായത് കുട്ടികളുടെ ഒരു സോപ്പ് ഉണ്ട്, ആ ഒരു ഞാൻ പേരൊന്നും പറയുന്നില്ല, അത് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവരുടെ സ്റ്റൂൾസിൽ ചെറിയ രീതിയിലൊരു യെല്ലോ കളർ വരുന്നത് ഒരു ഗ്രീൻ കളറൊക്കെ ആയി. സോ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയ സമയത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്ന മെയിൻ കാര്യമാണ്, അതായത് ബോട്ടിലൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വാഷ് ചെയ്യുന്ന ആ ഒരു സംഭവം. അപ്പോൾ അത് ചെയ്തപ്പോൾ അതിൽ മാറ്റം വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ക്ലീൻ ചെയ്തപ്പോൾ അവരുടെ സ്റ്റൂൾസ് പിന്നെ നോർമലി ഒരു യെല്ലോ കളറിൽ തന്നെ വരാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ അതങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് അവരുടെ ഡ്രസ്സസ് ഒക്കെ വാഷ് ചെയ്യുന്ന അതിൻ്റേതായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് തന്നെയാണ് യൂസ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ അന്ന് പോയ സമയത്ത് ഒരു ഫാമിലി, ഒരു പാരൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ബേബീസിൻ്റെ മേത്തൊക്കെ ചെറിയൊരു ഇച്ചിങ് പോലെ ഒരു റെഡ്നെസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ആ ഒരു ബേബിനെ കൊണ്ടുവന്നിട്ട് പോകുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മളോട് ഇങ്ങനെ പറഞ്ഞു, അതായത് എന്താണ് റീസൺ എന്ന് അവർ പറയുമല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മളുടെ നോർമൽ സോപ്പ് വെച്ചിട്ട്, നമ്മളുടെയൊക്കെ സോപ്പ് വെച്ചിട്ട് ബേബിൻ്റെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ കുട്ടിക്ക് ബോഡിയിൽ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം നമ്മളൊന്നും അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ ഉള്ള ഇതൊക്കെ തന്നെ ബേബീസിൻ്റെ ഡ്രസ്സിനാണെങ്കിലും അതിൻ്റെ ബോട്ടിൽസിനാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള കുഞ്ഞുമക്കളുടെ സോപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ തന്നെ എല്ലാ പേരൻസും അങ്ങനെ തന്നെയാണ് ചെയ്യുക. എങ്കിലും ചില സമയങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ ബേബീസിന് നമ്മൾ അതിൻ്റേതായിട്ടുള്ള സോപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാൽ പോലും ചിലപ്പോൾ അതിൻ്റെ ഡ്രസ്സൊക്കെ നമ്മൾ ചിലപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഒരു ടൈം കഴിഞ്ഞ് ചെയ്യണം എന്നില്ല, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് വാഷ് ചെയ്യലോ. പക്ഷെ കുഞ്ഞുമക്കളായതുകൊണ്ട് അത് അവർക്ക് എഫക്റ്റ് ചെയ്യും. സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് തന്നെ നമ്മളെ പോലെ അല്ലാത്തത് കൊണ്ടും വേഗം എഫക്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് അവിടെ പോയപ്പോൾ എൻ്റെ ഡോക്ടർ പറഞ്ഞ വേറൊരു ഒരു കുട്ടീൻ്റെ ഒരു ഇത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് സോളിഡ് ഫുഡ് നമ്മുടെ അടുത്ത് 6 മാസം സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെയൊക്കെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഗ്രാൻഡ് പേരൻസ് എന്താ പറയുക, 6 മാസം വരെയൊക്കെ പാലിൽ കുഞ്ഞുങ്ങൾക്ക് വിശക്കും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പറയാൻ അറിയാത്തത് കൊണ്ടാണ് കരയുന്നത്, പാലിലൊന്നും നിൽക്കില്ല, എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ നമ്മൾ ഡോക്ടറോട് പറയുന്ന സമയത്ത് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതായത് ഗ്രാൻഡ് പേരൻസ് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമ്മുടെ പ്രീ ടേം ലേബറാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഇതുവരെ നമ്മുടെ ബേബീസിന് ഒരു കുഴപ്പമില്ലാണ്ട് ഒരു ഹോസ്പിറ്റൽ കേസ് പോലും വരാതെ നമ്മൾ ഇത്രയും നാൾ നിന്നത്. സത്യമാണ് കേട്ടോ. കാരണം ഞങ്ങൾ അവിടെ പോയപ്പോൾ ഒരു 4-5 മാസമായിട്ടുള്ള ഒരു ബേബിയുടെ റിപ്പോർട്ടും മാം മറ്റേ കമ്പ്യൂട്ടറിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് സോളിഡ് ഫുഡ് കൊടുത്തതാണ് ആ കുഞ്ഞിന്. സോളിഡ് ഫുഡ് ഇങ്ങനെ കൊടുത്തിട്ട് 6 മാസത്തിന്റെ മുന്നേ 4 മാസമോ 4.5 മാസത്തിലോ കൊടുത്തപ്പോൾ ആ കുഞ്ഞിന് നല്ല രീതിയിൽ തന്നെ ലൂസ് മോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി. സോ ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട്. സോ മാം റംസിന് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവിടുത്തെ ആ ഗ്രാൻഡ് പേരന്റ് വീണ്ടും മാമിനോട് ചോദിക്കുകയാണ്, ഇന്നിപ്പോൾ ഓക്കെ ആയല്ലോ കുഞ്ഞിന്റെ വയറിന്, വീണ്ടും എപ്പോഴാണ് നമ്മൾ സോൾഡ് ഫുഡിന് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഡോക്ടർ പറയണം, ചിലപ്പോൾ നമ്മുടെ പേരൻസിനൊക്കെ എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും. ചില ഗ്രാൻഡ് പേരൻസ് വന്നിട്ട് പണ്ട് അവരങ്ങനെ ചെയ്തിരുന്നു, നമ്മുടെ മക്കൾസിനൊന്നും ഒരു കുഴപ്പവും വന്നിട്ടില്ല, സോ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാന്നുള്ള ചോദ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഡോക്ടർ പറഞ്ഞു എന്ന് തന്നെ പറയണം എന്നാണ് എല്ലാവരോടും എൻ്റെ ഡോക്ടർ ഇങ്ങനെ പറയാം. നമ്മളോടും അങ്ങനെ തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെയുള്ള ഇല്ല, എന്നാലും നമ്മുടെ ഉമ്മമാരാണെങ്കിലും അങ്ങനെ ചെയ്യാലോ, ഇങ്ങനെ ചെയ്യാം, അത് ഇത്തിരി കൊടുക്കാം, ഇത് ഇത്തിരി കൊടുക്കാം എന്നൊക്കെ പറയുമല്ലോ. സോ അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ സോളിഡ് ഫുഡ് 6 മാസം നമ്മൾ ചെയ്യാതിരുന്നത് കൊണ്ടൊക്കെ നമുക്ക് ഇന്ന് വരെ നമ്മുടെ ബേബീസിന് ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് പോകേണ്ട ഒരു, ഏത് മക്കൾക്കും ഇല്ലാതിരിക്കട്ടെ, അങ്ങനെ വന്നിട്ടില്ല. പിന്നെ വന്നിട്ട് ഈ ക്ലൈമറ്റിന്റെ ചേഞ്ച് വരുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള കോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ തന്നെ, നെബുലൈസ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ തന്നെ അതിലൊക്കെ മാറ്റം വരാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിപ്പോൾ വീണ്ടും ഞാൻ പറയണേ, കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഈ തുടക്കം മുതൽ പറയുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു വരുന്ന കാര്യങ്ങളും എനിക്ക് എൻ്റെ മക്കൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടുമാണ് ഞാൻ ഈ ഇരുന്നിട്ട് ഇത് മൊത്തം ഷെയർ ആക്കാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ. ഇത് വേറൊരു കണ്ടന്റ് ആയിട്ട് ചെയ്യാന്ന് ചിലപ്പോൾ ഞാൻ തന്നെ അത് വിട്ടു പോവും, പിന്നെ ഇവിടുത്തെ ഇതൊക്കെ കൊണ്ട് എനിക്ക് പറ്റിയെന്ന് വരില്ല. ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണെന്ന് ചിന്തിച്ചത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ വാക്സിനേഷനൊക്കെ എല്ലാ മക്കൾസിനും എടുക്കുന്നതാണ്. അപ്പോൾ വാക്സിനേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ബേബീസിന് വാക്സിനേഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ എനിക്കത് മനസ്സിലായതാണ് കേട്ടോ. ഫസ്റ്റ് വാക്സിൻ എടുത്ത സമയത്ത് നമ്മുടെ അവിടുത്തെ നേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാക്സിൻ എടുത്തു കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ കരഞ്ഞാൽ പോലും കാല് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം, കൈ നല്ല രീതിയിൽ ഇളക്കിയിട്ട് കൊടുക്കണം എന്നുള്ളത് കേട്ടോ. പക്ഷെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് അപ്പോഴേക്കും അവർക്ക് പെയിൻ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അവർക്ക് അവരുടെ പെയിൻ സ്റ്റാർട്ട് ചെയ്തു. സോ നമ്മൾ വാക്സിനേഷൻ എടുത്തിട്ട് കൈയും കാലൊക്കെ ഇളക്കി കൊടുക്കുമ്പോൾ അവർക്ക് നല്ല പെയിൻ ആയിരിക്കും. ആ ഒരു ഭാഗത്ത് തടിപ്പ് വന്നിട്ടും
നല്ല പെയിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ കരച്ചിൽ കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സോ എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല കുഞ്ഞ് കരഞ്ഞാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരയുന്നത് കൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ കരച്ചിലായത് കൊണ്ട് തന്നെ എനിക്കത് പറ്റാത്തതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് വാക്സിനിൽ അതെനിക്ക് നല്ല ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ്. അത് നമ്മളങ്ങനെ ചെയ്താലുണ്ടല്ലോ, വാക്സിൻ കഴിഞ്ഞതിന് ശേഷം തന്നെ അവർക്ക് കാലും കൈയൊക്കെ ഇളക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫുൾ ഡേയിൽ അവർക്ക് എത്രയോ പെയിൻ അവർക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. നമ്മളുടെ ആ ഒരു പ്രവൃത്തി കൊണ്ട് അവരത് കരയുന്നു എന്ന് ഓർത്തിട്ട് അത് ചെയ്യാതിരുന്നതിലുണ്ടല്ലോ, എനിക്ക് ഫസ്റ്റ് വാക്സിനിൽ പറ്റിയിട്ടുള്ള നല്ലൊരു മണ്ടത്തരമാണ്. നെക്സ്റ്റ് വാക്സിനിൽ ഞാൻ അതുപോലെ ചെയ്തപ്പോഴുണ്ടല്ലോ, ആ ഒരു ഫസ്റ്റിലത്തെ ഒരു വാക്സിൻ അവരൊരു 24 മണിക്കൂറും കരഞ്ഞിട്ട് ഒരു 3 ദിവസം പനി ഉണ്ടായിരുന്നെങ്കിൽ സെക്കൻഡ് വാക്സിനിൽ ഇടയ്ക്ക് മാത്രമേ കരയായിരുന്നുള്ളൂ, പനി പെട്ടെന്ന് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഇതെനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം അതും എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ഇത് ഞാനൊന്ന് ഷെയർ ആക്കിയെന്നുള്ളൂ. അപ്പം അതും എല്ലാവരും കറക്റ്റായി ചെയ്യുന്നവരുണ്ടാവും. എന്നെപ്പോലെ ചിന്തിക്കുന്ന കുറച്ച് കുട്ടികൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അയ്യോ കരയുന്നു നമ്മുടെ ബേബി അതുകൊണ്ട് ചെയ്യേണ്ടെന്ന് ഓർക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നമ്മളതൊന്ന് കണ്ടില്ല എന്ന് വെച്ചാലും നമ്മുടെ ബേബിക്ക് തന്നെയാണ് കേട്ടോ അതിനൊരു പെയിൻ റിലീഫ് കിട്ടുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടോ. ഇതിൽ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയെന്നാണ് ചിന്തിക്കുന്നത്. സോ NICU സ്റ്റോറി എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ആ പ്രീടേം ബർത്ത് മുതലുള്ള കാര്യങ്ങൾ തൊട്ട് ഇന്ന് നിമിഷം വരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾ, കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയെന്നാണ് ചിന്തിക്കുന്നത്. കുറേയൊക്കെ വിട്ടിട്ട് പോയിട്ടുണ്ടെന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ചിലവരൊക്കെ കാണുമായിരിക്കും, ചിലവർക്കൊക്കെ ഒരു ഇത് തോന്നിയിട്ടുണ്ടാവും, ഇത്രയൊക്കെ എന്തിനു കാണുന്നേ, എന്തപ്പോൾ ഇതിൽ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും ഞാൻ പറയുന്നില്ല. അപ്പം അതുകൊണ്ട് മാത്രമാണ്. സോ ഇത് കണ്ടിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ അടിച്ചു കൊടുത്ത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ എവിടെയാണ് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്നുള്ളത് അറിയില്ലെങ്കിൽ വേറെ രീതിയിൽ സിംഗിളായിട്ട് തന്നെ ആ ഒരു കണ്ടന്റിനെ കുറിച്ച് ചെറിയ കുഞ്ഞു വീഡിയോ മതി എന്ന അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ചെയ്യാം കേട്ടോ. കാരണം ഇപ്പോഴത്തെ ആ ഒരു സ്റ്റേജ് അങ്ങനെ ആയതുകൊണ്ടാണ്. വീട്ടിൻ്റെ സ്റ്റേജ് ആയിക്കോട്ടെ, അപ്പുറത്തെ വീട് പണി നടക്കുന്ന സ്റ്റേജ് ആയിക്കോട്ടെ, മക്കളുടെ സ്റ്റേജ് ആയിക്കോട്ടെ, എൻ്റെ ഒരു ഹെൽത്തിൻ്റെ ഒരു സ്റ്റേജും കൂടി ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടാക്കിയിട്ട് ഈ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തത്. അതിന് ഞാൻ ആദ്യം തന്നെ അതുകൊണ്ടാണ് ഞാനൊരു ക്ഷമ ചോദിച്ചിട്ട് തന്നെ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ബേബീസിന് ഓരോ മാസത്തിലും വന്നിട്ട് വെയിറ്റ് വന്നിട്ട് നല്ലൊരു വെയിറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വന്നിട്ട് എൻ്റെ ബേബീസിന് 6 months കഴിഞ്ഞിട്ടുള്ളൂ. മോനിക്ക് വന്നിട്ടും 7.5 കിലോയ്ക്ക് മേലെയുണ്ട്. 7 കിലോയും 750 ഗ്രാംസോളം ഉണ്ട്. മോൾക്ക് വന്നിട്ട് ഇപ്പോഴത്തെ വെയിറ്റ് എന്ന് പറയുന്നത് 1 കിലോൻ്റെ വ്യത്യാസമുണ്ട് ഇപ്പോൾ മോനും തമ്മിൽ കേട്ടോ. 6 കിലോയും സംതിങ് ഗ്രാംസും ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ എന്നാലും നല്ല രീതിയിലുള്ള വെയിറ്റ് തന്നെയാണ്. നിങ്ങൾ കാണുന്നവർക്ക് ഇപ്പോൾ ഈ ഷോർട്സിലൊക്കെ ആണെങ്കിൽ എൻ്റെ ബേബീസിനെ ഇപ്പോൾ കാണുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഹെൽത്തി ആയിട്ട് തന്നെ പോകുന്നു. ഇതുവരെ ഒരു തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഒരു മക്കൾക്കും ഉണ്ടാവില്ല, ആർക്കും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അത് നമുക്ക് മറ്റുള്ള ബേബീസിനെ കാണുമ്പോൾ തന്നെ എത്രത്തോളം പെയിനാണ്. അപ്പം അത് നമ്മുടെ ഒരു കുടുംബത്തിൽ തന്നെ നമ്മുടെ ബേബീസിനെ സംഭവിക്കുമ്പോൾ എത്രത്തോളം പെയിൻഫുൾ ആവുമെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ വന്നിട്ട് ഇതേപോലെ തന്നെ ലാക്ടോഡെക്സ് ഫോർമുല മിൽക്ക് ഞാനൊരു 5 മാസത്തോളം അത് കഴിഞ്ഞ് എനിക്ക് സ്റ്റേജ് 1 അതിനുശേഷം സ്റ്റേജ് 2 അങ്ങനെയൊക്കെ ആയിട്ട് ഫോർമുല മിൽക്ക് അതിനനുസരിച്ച് മാറും. 2 പേർക്കും വയറ് നിറച്ച് നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഫോർമുല മിൽക്കും കൊടുത്തിട്ടുണ്ട്. ചില ഗ്രാൻഡ് പാരൻസ് പറയാറുണ്ട് ഫോർമുല മിൽക്ക് കൊടുക്കുന്നതൊക്കെ കുട്ടിക്ക് ബുദ്ധിമുട്ടാണ്. അമ്മേൻ്റെ മിൽക്ക് തന്നെയാണ് ഏറ്റവും നല്ല മിൽക്ക്. പക്ഷെ ഫോർമുല മിൽക്ക് ഒന്നും ഒരിക്കലും ഒരു നല്ലതല്ലാത്തതല്ല കേട്ടോ. ഫോർമുല എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എൻ്റെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ടാവുക ഫോർമുല മിൽക്ക് തന്നെയാണെന്ന്. അതൊക്കെ നല്ലൊരു ഇത് തന്നെയാണ്. നമ്മുടെ ഓരോരുത്തരുടെ ഡോക്ടർ അത് പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ മൊത്തത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതും. ഇനിയും കുറച്ചെന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചത് പറയാൻ വിട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കിരിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടും നിങ്ങൾക്ക് കേൾക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടും കൊണ്ട് മാത്രം ഞാനിത് ഇപ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ വെയിറ്റ് എന്ന് പറഞ്ഞത് ഇങ്ങനെയാണല്ലോ. അപ്പം മാഷാഅല്ലാഹ് ഓരോ മാസവും കഴിഞ്ഞ് പോകുമ്പോൾ ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ എന്താ പറയുക, യൂഷ്വലി ഒരു പാരൻറ്റിന് എത്രത്തോളം ഹാപ്പിനെസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ അവർ ഇരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിലും നമ്മളിപ്പോൾ അവരുടെ ഓരോ മൈൽ സ്റ്റോൺസ് കംപ്ലീറ്റ് ആക്കാനും നമ്മൾ കുറേ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതും കൂടി ഉൾപ്പെടുത്തണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ കുറച്ചും കൂടി ലെങ്തി ആയിട്ട് പോകുന്നുള്ളൊരിത് കൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ.
നമ്മൾ ടമ്മി ടൈം ആണെങ്കിലും ഇരുത്തിയിട്ടുള്ള ആ ഒരു എക്സസൈസ് ഒക്കെ കൊടുക്കുമ്പോൾ അത് കുറച്ച് ഭയങ്കര എന്താ പറയുക കറക്റ്റായിട്ട് പോകും. അവർക്ക് ഹെഡും ബോഡി പാർട്ടൊക്കെ ഉറയ്ക്കുന്നതിനും കറക്റ്റായിട്ട് പോകുന്നതിനും കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവും അല്ലെങ്കിൽ ഹെൽപ്പ് ആവുമെന്ന് ചിന്തിച്ചത് കൊണ്ട് മാത്രമാണ് കേട്ടോ. എൻ്റെ ബാക്കി റീസൺസ് പറഞ്ഞതും കൂടി നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ആയിക്കോട്ടെ മറ്റു വീഡിയോസൊക്കെ കണ്ടിട്ട് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ല നല്ല കണ്ടന്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റാ ബൈ.